അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി വഹ്ദഹ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ്. തദബ്ബുറുൽ ഖുർആൻ ഔ തദബ്ബുറു സൂറത്തി അൽ ബഖറ. സൂറത്തുൽ ബഖറയെ കുറിച്ചുള്ള ചിന്തയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹാദിഹി ഹിയ ജൽസത്തു അൽ ഖാമിസ വൽ 25ാമത്തെ ക്ലാസ്സാണ്. സൂറത്തുൽ ബഖറയുടെ 25ാമത്തെ ക്ലാസ്സാണ്. അത് വാക്കർത്ഥം മിക്കവാറും പേര് വായിച്ചു നോക്കിയിട്ടുണ്ടാവും. വായിച്ചു നോക്കിയവരാരും എന്നൊരു ചോദ്യം ഞാൻ ഇട്ടില്ല. എല്ലാവരും വായിച്ചു നോക്കി വാക്കർത്ഥം പഠിച്ചിട്ടാണ് വരേണ്ടത്. അതിനാണ് നേരത്തെ ഇട്ട് വരുന്നത്. പക്ഷെ അത് എനിക്ക് സമയത്ത് ചെയ്യാൻ പറ്റില്ല. ടീച്ചർ ഏൽപ്പിച്ചിരുന്നു. ടീച്ചറിൻ്റെ കമ്പ്യൂട്ടർ അത് കോപ്പി ചെയ്തിട്ടപ്പോഴും ശരിയായില്ല. ഞാൻ ശരിയാക്കാനൊക്കെ നോക്കി, ഞങ്ങൾ പരസ്പരം ശരിയാക്കാൻ നോക്കി. പക്ഷെ അതിനെനിക്ക് വിട്ടുതരാൻ നടത്തും. എന്ന് നോക്കുമ്പോഴാണ് അത് അയച്ചിട്ടില്ലാന്ന് മനസ്സിലായത്. എന്തായാലും വായിച്ച് നോക്കാത്ത ആരെങ്കിലും ഇതിലുണ്ടോ? വാക്കർത്ഥം വായിച്ച് നോക്കാത്തവര്, വായിച്ചെങ്കിലും നോക്കാത്തവര്? വായിച്ചു നോക്കി, ശരിക്കും പഠിച്ചില്ല. ഞാൻ ചോദിച്ചതിന്റെ ഉത്തരമേ പറയാം. ഇപ്പോഴാ കണ്ടെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ നോക്കണം. ഇടയ്ക്കിടയ്ക്ക് ഗ്രൂപ്പിൽ എന്തെങ്കിലും വരുന്നോ നോക്കണം. അത് ഇത് വരുന്ന ഗ്രൂപ്പ് ഡിസ്കഷൻ ഗ്രൂപ്പാണോ? അല്ല, ഡിസ്കഷൻ ഗ്രൂപ്പിലല്ല വരുന്നത്. ഇത് മെയിൻ ഗ്രൂപ്പിലാണ് വരുന്നത്. അപ്പോൾ മെയിൻ ഗ്രൂപ്പിൽ പ്രധാനപ്പെട്ട സംഗതിയാണ് വരിക. അപ്പം അത് നോക്കണം. തദബ്ബുറുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഖുർആനെ കുറിച്ചുള്ള ഖുർആൻ പഠനം, മനനം, ചിന്ത. ഇത് നടക്കണമെങ്കിൽ എന്ത് വേണം? എപ്പോഴും ഈ സംഗതിയെ നമ്മൾ മനസ്സിൽ താലോലിച്ചു കൊണ്ട് നടക്കണം. അല്ലെങ്കിൽ പഠനം, മനനം, ചിന്തയൊന്നും വരും. അല്ലെങ്കിൽ വെറും ആലോചിക്കാൻ സമയം ഉണ്ടായൊക്കെ നല്ല ആലോചിക്കാൻ ഒരുപാട് സമയമുണ്ട്. ഞാൻ പല ക്ലാസ്സിൽ പറയുന്നത് പോലെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ എല്ലാത്തിനും പോയി തലയെടുത്ത് ഇതായിരുന്നാൽ മതി. ഓരോ കാര്യങ്ങൾ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പൊ പിന്നീട് ആ ഉത്തരവാദിത്തം ചെയ്യാം. നമ്മളെപ്പോഴും വിചാരിക്കുന്നത് ഞാൻ ചെയ്താലും ശരിയാവുള്ളൂ, ഞാനില്ലേ ശരിയാവൂലേ. അങ്ങനൊന്നും വിചാരിക്കല്ല. ആരോ ചെയ്തിട്ടാ വലിയ കുട്ടലേ. അത് തന്നെ. അപ്പൊ എന്ത് ചെയ്യണം? ഏൽപ്പിച്ചു കൊടുക്കുക. എല്ലാരും ഏൽപ്പിക്കൽ തന്നെയാണ്. പക്ഷെ എന്തെങ്കിലുമൊക്കെ അതിൽ പെട്ടു. ഓരോരുത്തർ ചെയ്യുന്ന സംഗതികൾ ഓരോരുത്തർക്ക് ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കൊടുത്താൽ ആ പ്രശ്നമുണ്ട്. എന്നാലും ഞാൻ വായിക്കാം. നിങ്ങൾക്ക് ആശയം മനസ്സിലേക്ക് വരുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. നമ്മുടെ മനസ്സിനോട് പറയാ, എനിക്കൊരു ആശയം തരണേ. അള്ളയോട് അള്ളയോട് എന്ത് ചെയ്യുക? കണക്ട് ചെയ്യണം. നമ്മുടെ മനസ്സിനെ അള്ളയുമായി കണക്ട് ചെയ്യുക. എന്നിട്ട് എനിക്ക് അത് ഒരു ആശയം നൽകണമെന്ന് അള്ളയോട് പ്രാർത്ഥനാ മനസ്സ് എപ്പോഴും ഉണ്ടാകുക. അതാണ് വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും എപ്പോഴും പ്രാർത്ഥനാ മനസ്സുണ്ടാകുക. അതോടൊപ്പം നമുക്ക് ഭൗതികമായി ഉള്ള ഒരു കഴിവാണ് മനസ്സുമായി സംവദിക്കുക എന്നത്. നമ്മളെ മനസ്സിനോട് സംവദിക്കുകയും മനസ്സിനൊരാശയം തരാൻ പറയുന്നില്ല. നമ്മൾ കൈ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ചിട്ടാണല്ലോ കൈ ഉയർത്തുകയും താഴ്ത്തുകയും. അതേപോലെ നമ്മുടെ മനസ്സുമായിട്ട് സംവദിക്കാൻ ഒരു ഇതുണ്ട്, സന്ദർഭം. അങ്ങനെ ഒരു കഴിവ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ. അതെന്ത് ചെയ്യണം? മനസ്സുമായിട്ട് നമ്മൾ സംവദിച്ചുകൊണ്ടിരിക്കുന്നു. ഉപബോധ മനസ്സെന്ന് പറയും. ബോധ മനസ്സും ഉപബോധ മനസ്സും. ബോധ മനസ്സിലാണ് നമ്മൾ പുറമെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉപബോധ മനസ്സും ബോധ മനസ്സും തമ്മിൽ എന്ത് ചെയ്യണം? താതാമ്യപ്പെട്ടു യോജിച്ചു വന്നാലാണ് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നടക്കുക. അപ്പൊ ഇടയ്ക്ക് ഉപബോധ മനസ്സ് എന്നൊരു ചിന്ത ഉണ്ടായാൽ മതി. അപ്പോഴാണ് ഉപബോധ മനസ്സ് ഇളകി വരിക. അപ്പോഴാണ് മനസ്സുമായി നമുക്ക് സംവദിക്കാൻ കഴിയുക. നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ليس البر أن تولوا وجوهكم قبل المشرق والمغرب ولكن البر من آمن بالله واليوم الآخر والملائكة والكتاب والنبيين وآتى المال على حبه ذوي القربى واليتامى والمساكين وابن السبيل والسائلين وفي الرقاب وأقام الصلاة وآتى الزكاة والموفون بعهدهم إذا عاهدوا والصابرين في البأساء والضراء وحين البأس
أولئك الذين صدقوا وأولئك هم المتقون. يا أيها الذين آمنوا كتب عليكم القصاص في القتلى الحر بالحر والعبد بالعبد والأنثى بالأنثى فمن عفي له من أخيه شيء فاتباع بالمعروف وأداء إليه بإحسان ذلك تخفيف من ربكم ورحمة فمن اعتدى بعد ذلك فله عذاب أليم ولكم في القصاص حياة يا أولي الألباب لعلكم تتقون كتب عليكم إذا حضر أحدكم الموت إن ترك خيرا الوصية للوالدين والأقربين بالمعروف حقا على المتقين فمن بدله بعدما سمعه فإنما إثمه على الذين يبدلونه إن الله سميع عليم. കിബല, നമുക്ക് കിബില അറിയാം. ഇവിടെ എന്താ കിബല? ഇവിടെ എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണമെന്നോ ആ ദിശയ്ക്കാണ് കിബില എന്നത്, കിബിലത്ത് എന്നത്. ഇവിടെ എന്താണ് കിബല എന്ന് പറഞ്ഞാൽ നേരെ, കിബല നേരെ. അൽ ജിഹത്തു അവൻ നാഹിയത്തു, അല്ലെങ്കിൽ ആ ദിക്ക് അല്ലെങ്കിൽ ആ ഭാഗം എന്നാണ് അർത്ഥം. കിബല കിബലൽ മശരിക്ക്, മശരിക്കിന്റെ നേരെ. മഷരിക്ക് അറിയാം, മഷ്രിഖ് എന്തേനി? മഷരിക്ക് മഗ്രിബ് മഷ്രിഖ് മഗ്രിബ് അറിയാമെങ്കിൽ മഷരിക്ക് ഓർമ്മ വരും. മഗ്രിബിന്റെ ഉദയോ നേരെ അസ്തമയവാ? ഓപ്പോസിറ്റാണ് ഉദയോ അസ്തമയവാ? മഗ്രിബ് എന്ന് പറഞ്ഞാല് പടിഞ്ഞാറ്. മഗ്രിബ് എന്ന് പറഞ്ഞാൽ അസ്തമയം എന്നല്ല അർത്ഥം കേട്ടോ. മഗ്രിബ് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. ഒന്ന് അസ്തമിക്കുന്ന സമയം, രണ്ട് അസ്തമിക്കുന്ന സ്ഥാനം. അതായത് സ്ഥാനത്തിനും സമയത്തിനും ഒരേ പദമാണ് ഉപയോഗിക്കുക. ഇപ്പൊ മഗ്രിബ് എന്ന് പറഞ്ഞാൽ അസ്തമയ സമയം അല്ലെങ്കിൽ അസ്തമയ സ്ഥാനം. മശ്രിഖ് എന്ന് പറഞ്ഞാലും അതേപോലെ തന്നെ അസ്തമയ സ്ഥാനം അല്ലെങ്കിൽ അസ്തമയ സമയം. ഉദയസ്ഥാനം അല്ലെങ്കിൽ ഉദിക്കുന്ന സമയം. അപ്പൊ മശ്രിഖ് എന്ന് പറഞ്ഞാൽ ഉദയസ്ഥാനം, മഷ്രിഖ് ഉദയസ്ഥാനം. മഗ്രിബ് എന്താണ്? മഗ്രിബിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് മശ്രിഖ്. ഒരുപാട് സംസാരിക്കേണ്ടത്, അത് നമ്മൾ പിന്നെ അവസാനം തീരില്ല, ക്ലാസ് 10 മണിയായാലും തീരില്ല. അപ്പം മശ്രിഖ്, മഗ്രിബ് എന്ന് പറഞ്ഞാൽ മഗ്രിബ് അറിയാം, അസ്തമയം സമയത്ത് നമസ്കരിക്കുന്ന നമസ്കാരമാണ് മഗ്രിബ്. സ്വലാത്തുൽ മഗ്രിബ് എന്ന് പറഞ്ഞാൽ അസ്തമയ സമയത്തുള്ള നമസ്കാരം. അതറിയാമെങ്കിൽ മശ്രിഖ് അതിന്റെ ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ മതി. പിന്നെ ചിന്തിക്കേണ്ടത് സമയത്തിനും സ്ഥലത്തിനും ഒരു പേരാണ് പറയുന്നത്. അപ്പോൾ മഗ്രിബ് എന്ന് പറഞ്ഞാൽ അസ്തമിക്കുന്ന സമയം, സ്വലാത്തുൽ മഗ്രിബ് എന്ന് പറഞ്ഞാൽ അസ്തമിക്കുന്ന സമയത്തുള്ള നമസ്കാരം. അതേപോലെ തന്നെ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അസ്തമയ സ്ഥാനം, അസ്തമിക്കുന്ന സ്ഥലം, അതാണ് മഗ്രിബ് എന്ന് പറയുന്നത്. ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും, ലൈസൽ ബിർറ, ബിർറല്ല, അൻ തുവല്ലു വുജൂഹക്കും, നിങ്ങൾ, അൻ ചേർന്നിട്ട് ഇവിടെ ക്രിയാധാതുവിന്റെ അർത്ഥമാണ്. അപ്പൊ നിങ്ങളുടെ തിരിക്കൽ, വുജൂഹക്കും മുഖങ്ങൾ, നിങ്ങൾ മുഖം തിരിക്കലല്ല പുണ്യം, ബിർ പുണ്യം. പുണ്യം എന്ന് പറഞ്ഞാൽ പുണ്യത്തെ കുറിച്ചാണ് എല്ലാവരും സംസാരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ പുണ്യം ചെയ്തവരുണ്ടല്ലോ, അവരുടെ എല്ലാം അവസ്ഥ എന്തായിരിക്കുമെന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. അതിന്റെ കറക്റ്റ് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് മഹാന്മാരൊക്കെ ഇന്ത്യ മഹാരാജ്യത്ത് അല്ലെങ്കിൽ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലൊക്കെ കടന്നു പോയിട്ടുണ്ട്. അവരുടെയൊക്കെ എന്താണ് അവസ്ഥ എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി കൃത്യമായി പറയുന്ന ഒരു സൂക്തമാണ് ഇത്. എന്താണ് പുണ്യം എന്നാൽ ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും, നിങ്ങളുടെ മുഖം തിരിക്കലല്ല പുണ്യം. കിബലൽ മശ്രിഖി വൽ മഗ്രിബ്, അങ്ങോട്ടോ ഇങ്ങോട്ടോ മശ്രിഖിന് നേരെയോ അല്ലെങ്കിൽ അസ്തമയത്തിന്റെ നേരെയോ അല്ലെങ്കിൽ ഉദയസ്ഥാനത്തേക്കോ അസ്തമയ സ്ഥാനത്തേക്കോ തിരിക്കലല്ല പുണ്യം. പറഞ്ഞാൽ നിങ്ങൾ ഏതോ ഒരു ദിക്കിലേക്ക് തിരിഞ്ഞു നിന്ന് നമസ്കരിക്കുന്നു, ഇങ്ങനെ തിരിഞ്ഞ് നമസ്കരിക്കുന്നതല്ല, അത് മാത്രമല്ല പുണ്യം. വലാകിന്നൽ ബിർറ, വലാകിന്നൽ ബിർറ,
പക്ഷേ നമ്മൾ നേരത്തെ പഠിച്ച വലാക്കിന്ന അൽ ബിർറ. അൽ ബിർറ എന്താണ്? പിന്നെ ഇവിടെ മൻ ആമന ബില്ലാഹി എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടം പദങ്ങളാണ് പിന്നീട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടാം ഭാഗത്തിന്റെ അടയാളം നമ്മൾ നോക്കണ്ട. ഒന്നാം ഭാഗത്തിന്റെ അടയാളം അവിടെ ഉണ്ട്, ലാക്കിന്നൽ ബിർറ. എന്നാൽ പക്ഷേ ബിർറ് പുണ്യം എന്നാൽ മൻ ആമന ബില്ലാഹി, ഒരുവൻ എന്ത് ചെയ്യുന്നു? ആമന ബില്ലാഹി. എന്തൊക്കെയാണ് പുണ്യം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഒരു പാരഗ്രാഫായിട്ട് എടുത്ത് എഴുതണം, അല്ലെങ്കിൽ നമ്പർ ഇട്ട് അക്കമിട്ട് എഴുതണം. ഒന്ന്, ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി. അപ്പൊ ഇത് മൂന്നും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? മൂന്നും കൂടെ അല്ല, വൽ മലായികത്തി വൽ കിതാബി വൻ നബിയ്യീന എന്ന് പറഞ്ഞു. എത്ര കാര്യങ്ങളാണ് പറഞ്ഞത്? ബില്ലാഹി, അള്ളയിൽ വിശ്വസിക്കുക. വൽ യൗമിൽ ആഖിരി, അന്ത്യദിനത്തിൽ വിശ്വസിക്കുക. വൽ മലായികത്തി, മലക്കൾ വിശ്വസിക്കുക. വൽ കിതാബി, ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക. ഗ്രന്ഥത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ഗ്രന്ഥത്തിലും വിശ്വസിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഗ്രന്ഥങ്ങളിലും പറഞ്ഞത്. വൽ കിതാബി, ഗ്രന്ഥത്തിൽ വിശ്വസിക്കുക. വൻ നബിയ്യീന, നബിമാരിൽ വിശ്വസിക്കുക. എത്ര വിശ്വാസ കാര്യങ്ങൾ പറഞ്ഞു? ബില്ലാഹി, യൗമിൽ ആഖിരി, മലായികത്തി, കിതാബി, വൻ നബിയ്യീൻ. നമ്മൾ എത്ര കാര്യങ്ങളാണ് മദ്രസയിൽ പഠിച്ചത്? 6 കാര്യങ്ങൾ. അപ്പൊ ഇവിടെ 5 പറഞ്ഞു. ഒന്ന് എവിടെ ഉണ്ടെന്ന് വെച്ചാൽ 6ാമത്തെ കാര്യം എന്തായിരുന്നു? ഇവിടെ പറയാത്തൊരു കാര്യം എന്താണ്? നന്മയും തിന്മയും നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുക. അള്ളാഹുവിൽ നിന്ന് വരുന്നതാണെന്ന് വിശ്വസിക്കുക. അപ്പൊ ഇവിടെ ഒന്നാമത്തെ കാര്യം തന്നെ അള്ളാഹ് വിശ്വസിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ 6ാമത് വരണം. എണ്ണിയില്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ നമ്മളെ കുട്ടികളായിരിക്കുമ്പോൾ നമുക്ക് വിശദമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് അതുകൂടെ ചേർത്ത് പഠിപ്പിക്കുന്നത്. ഹദീസിൽ അങ്ങനെ വന്നിട്ടുണ്ട്. ഹദീസിൽ പിന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആറണമെന്നല്ല, കുറേ കാര്യങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മൈക്ക് ഓൺ ചെയ്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ എൻ്റെ സമയം പോവും, നിങ്ങളുടെ സമയം പോവും. നിങ്ങൾക്ക് രണ്ടാമത് മൈക്ക് ഓൺ സംസാരിക്കേണ്ടി വരും, മൈക്ക് ഓൺ ചെയ്യണം, അപ്പോഴും സമയം പോവും. 3 പ്രാവശ്യം സമയം പോവും. അപ്പൊ ഇതെല്ലാം കൂടെ നമുക്ക് അദൃശ്യ കാര്യങ്ങളിലുള്ള വിശ്വാസം എന്ന് പറയാം. അപ്പൊ ഒന്നേ നമ്പർ എഴുതേണ്ടത് അദൃശ്യ കാര്യങ്ങളിലുള്ള വിശ്വാസം. ഹുദല്ലിൽ മുത്തഖീൻ എന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്? അല്ലാഹ് ഈ ദാലിക കിതാബുൽ ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. അദൃശ്യ കാര്യങ്ങളിലുള്ള വിശ്വാസം. അപ്പൊ അദൃശ്യ കാര്യങ്ങളുള്ള വിശ്വാസത്തിലാണ് ഇതെല്ലാം വന്നിരിക്കുന്നത്. ഏതെല്ലാം അദൃശ്യ കാര്യങ്ങളിലാണോ വിശ്വസിക്കാൻ പറഞ്ഞിരിക്കുന്നത് അതിലെല്ലാത്തിലും വിശ്വസിക്കുക. ഇവിടെ പറഞ്ഞത് മാത്രമല്ല, വേറെയും കുറെ അദൃശ്യ കാര്യങ്ങളുണ്ട്. നരകമുണ്ട്, സ്വർഗമുണ്ട്. അതുപോലുള്ള അദൃശ്യ കാര്യങ്ങളിൽ നമുക്ക് നമ്മളെ നഗ്ന നേത്രങ്ങൾ കൊണ്ടോ അതേപോലെ ഉപകരണങ്ങൾ കൊണ്ടോ കാണാൻ പറ്റാത്തതിനെയാണ് അദൃശ്യ കാര്യങ്ങൾ എന്ന് പറയുന്നത്. മൈക്രോസ്കോപ്പ് കൊണ്ട് പോലും കാണാൻ പറ്റില്ല. അങ്ങനെയുള്ളതിനെയാണ് അദൃശ്യ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അല്ല, നമുക്കിപ്പോൾ കാണാൻ പറ്റാത്ത വൈറസ് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പൊ ആ വൈറസ് അല്ല ഗൈബ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളിൽ വിശ്വസിക്കുക. അപ്പൊ വിശ്വസിക്കേണ്ട കാര്യങ്ങളിൽ വിശ്വസിക്കലാണ് പുണ്യത്തിന്റെ ഒരു ഘടകം. പിന്നെ എന്ത് ചെയ്യണം? വആത്തൽ മാല അലാ ഹുബ്ബിഹി, പണം കൊടുക്കലും പുണ്യമാണ്. എങ്ങനെയുള്ളപ്പോൾ? അലാ ഹുബ്ബിഹി എന്ന് പറഞ്ഞാൽ ഹുബ്, അതിനോട് ഹുബ് ഉണ്ടായിരിക്കെ. അലാ ഹുബ്ബി എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത്. ഒന്ന്, ആ പണത്തോട് സ്നേഹമുണ്ടായിരിക്കെ. പിന്നെ പാവങ്ങളുടെ പണമുണ്ട്, ഇത് പോയാൽ എൻ്റെ കുട്ടികൾക്ക് അരി വാങ്ങിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് സ്വർണ്ണം വാങ്ങിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കുട്ടിക്ക് വേറെ എന്തെങ്കിലും ജേഴ്സി വാങ്ങിക്കാൻ പറ്റില്ല, ഫ്രിഡ്ജ് വാങ്ങിക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള ചിന്ത ഉണ്ടാവും. അപ്പം എന്താണ്? അലാ ഹുബ്ബി, പണത്തോട് എന്നോട് എന്തുണ്ട്? ഹുബുണ്ട്. അതിനോട് ഹുബ് ഉണ്ടായിരിക്കെ തന്നെ ഞാൻ എന്ത് ചെയ്യാൻ? കൊടുക്കുകയാണ്. എടുത്തോളി, അന്ന് എനിക്ക് വേറൊരു വഴി തന്നിരിക്കും. അപ്പോൾ അലാ ഹുബ്ബി എന്ന് പറഞ്ഞാൽ പണത്തോടുള്ള സ്നേഹം. 2, അലാ ഹുബ്ബി എന്ന് പറഞ്ഞാൽ അള്ളാഹയോടുള്ള സ്നേഹം കൊണ്ട്. അള്ളാഹാണ് ഇതിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ, അതുകൊണ്ട് ഞാനത് എൻ്റെതല്ല, ഇത് അള്ളാൻ്റെ അല്ലേ. അള്ളാഹിന്റെ പടപ്പുകൾക്ക്, അള്ളാഹിന്റെ സൃഷ്ടികൾക്ക് ആർക്കും കൊടുക്കാം. അപ്പോൾ 2, അള്ളാഹയോടുള്ള ഹുബ്ബ് കൊണ്ട്. 3,
അല ഹുബി എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെലവഴിക്കുന്ന ഒരു ഇഷ്ടമാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടല്ലോ, കൊടുക്കുന്നത് ഒരു ഇഷ്ടമാണ്. കൊടുക്കുന്നത് ഇഷ്ടമാണ്. കൊടുക്കുന്ന ഇഷ്ടം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പള്ളിയിൽ ചെന്നിരിക്കുമ്പോഴാണ് ഗൾഫിലായിരിക്കുന്ന സന്ദർഭം. ഞാൻ പള്ളിയിൽ നമസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇരുന്ന് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കും. അദ്ദേഹം ദിക്ർ സ്വലാത്ത് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അദ്ദേഹം എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ, അദ്ദേഹം പോക്കറ്റിൽ കൈയിടും. പോക്കറ്റിൽ കൈയിട്ടിട്ട് എൻ്റെ അടുത്ത് അദ്ദേഹം വന്നു, എന്നിട്ട് പോക്കറ്റിൽ കൈയിട്ടു എനിക്ക് ഒരു പിടി സംഭവം റിയാൽ എടുത്തു. അപ്പൊ അതെന്താണെന്ന് ചോദിച്ചാൽ എന്നെ ഇഷ്ടപ്പെട്ടിട്ടല്ല, ചിലവഴിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമാണ്. അതുകൊണ്ട് അദ്ദേഹം കൊടുക്കും. അങ്ങനെ ഇഷ്ടപ്പെടുന്നവർ. അപ്പൊ 3 കാര്യങ്ങളാണ്. ഒന്ന്, പണത്തോട് ഇഷ്ടമുണ്ട്, ഉണ്ടായിരിക്കത്തന്നെ അത് കൊടുക്കുന്നു. 2, അള്ളയോട് ഇഷ്ടമുള്ളത് കൊണ്ട് കൊടുക്കുന്നു. 3, ചെലവഴിക്കുന്നത് ഇഷ്ടമായത് കൊണ്ട് കൊടുക്കുന്നു. 4 ഹുബ്ബി. ആർക്കാ കൊടുക്കുന്നത്? ജബിൽ ഖുർബ. ജബി എന്ന് പറഞ്ഞാൽ അതിന്റെ ശരിയായ പദം എന്ന് പറയുന്നത് നമ്മൾ തന്നിട്ടുണ്ട്. അതിന്റെ മീനിങ് ജബി എന്ന് പറഞ്ഞാൽ ജവു എന്നാണ് അതിന്റെ ശരിക്കും പദം. ജവു, ദാല് വാവിന് ലമ്മ്, പിന്നീട് നീട്ടാനുള്ള വാവ്. മിസ്കിൻ മാത്രം. അതായത് നമ്മൾ ദൂ എന്ന് പറയുമല്ലോ, ആ ദൂ ആണ് ഇവിടെ വന്നത്. ദൂവിന്റെ ബഹുവചനം എന്താ? ദൂവിന്റെ ബഹുവചനമാണ് ദൂവിന്റെ ബഹുവചനമാണ് ദൂ. ദൂ നമ്മൾ നേരത്തെ പഠിച്ചു പോയിട്ടുള്ളതുകൊണ്ട് അവിടെ തന്നില്ലെന്ന്. അപ്പൊ അവിടെ അലാ ഹുബ്ബിഹി ആർക്ക് കൊടുക്കുക? ദവിൽ ഖുർബ. അപ്പൊ അവിടെ നെസ്ബ് ചെയ്ത് വന്നിരിക്കുക. അത്തൽമാല ഹുബ്ബിഹി ദവിൽ ഖുർബ. ബന്ധുത്വം ഉള്ളവർക്ക്, അല്ലെങ്കിൽ അടുപ്പമുള്ളവർക്ക്. അടുപ്പമുള്ളവർ എന്ന് പറഞ്ഞാൽ ഖുർബ എന്ന് പറഞ്ഞാൽ ബന്ധുത്വമുള്ളവർക്ക്. അപ്പം നെസ്ബ് ചെയ്ത് റബീൽ ഖുർബ എന്തിനാ നെസ്ബ് ചെയ്ത? അപ്പൊ റബീൽ ഖുർബ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഞാൻ പറഞ്ഞു. ഇപ്പൊ നമ്മൾ ആശയം മനസ്സിലാക്കും. ദാദി ദൂവിനെ നമ്മൾ ക്രിസ്ത്യൻ സമൂഹത്തിൽ അതെന്ത് കാണില്ല, ഈ പറഞ്ഞ പോലെ അത് മാറും. ഇപ്പൊ ദൂ അല്ലേ വന്നത്, ദവു എന്നാ വന്നത്. ദവ എന്ന് പറയാൻ പറ്റില്ല. അപ്പം രവി എന്നാ വരുന്നത് നെസ്ബിയിൽ. കാരണം എന്താണ്? മാൽ ആർക്ക് കൊടുക്കണം? ഗവിക്ക് കൊടുക്കണം. അപ്പോ ആഴത്തേത്തു മാലൻ, ആഴത്തേത്തു സൈദൻ, ദിർഹമൻ എന്നത്. ആഴത്തേത്തു ദിർഹമൻ, ആഴത്തേത്തു സൈദൻ, ദിർഹം. ഞാൻ സെയ്ദിന് എന്ത് കൊടുത്തു? ദിർഹം കൊടുത്തു. അപ്പൊ സെയ്ദിനും നെസ്ബി ചെയ്തു, അതേപോലെ ദിർഹമിനും നെസ്ബി. താത്തൽ മാല മണത്തെ കൊടുത്തു. ആർക്ക് കൊടുത്തു? ദബിൽ ഖുർബ, ബന്ധുത്വമുള്ളവർക്ക് കൊടുത്തു. അവിടെ നെസ്ബി ചെയ്തിട്ടാണ് ഉള്ളത്. കാരണം അവർക്കാണ് പണം കിട്ടിയത്. പണത്തിന് അപ്പൊ പണം കൊടുത്തു എന്ന് പറയുമ്പോൾ പണത്തിന് നെസ്ബി ചെയ്യും. അതേപോലെ ദബിൽ ഖുർബ എന്ന് പറയുമ്പോൾ ആർക്ക് കിട്ടി അതിനും നെസ്ബി ചെയ്യും. ഇവിടെ നോക്കിയാൽ മതി, ദബിൽ ഖുർബ എന്ന് പറഞ്ഞതിന്റെ അതേ അടയാളത്തിലാണല്ലോ അത് യത്താമ വന്നത്. യത്താമയുടെ അടയാളം നമുക്ക് അവസാനം കാണാൻ പറ്റില്ല. അപ്പോൾ മസാക്കീൻ വന്നപ്പോ മസാക്കീൻ എന്താണ്? നെസ്ബി. ഇനി അതും മനസ്സിലായിട്ടുണ്ടെങ്കിൽ വബിന സബീലി, ഇതിന് എന്താണ് അടയാളം? നെസ്ബാണ്. പിന്നെ അത് മനസ്സിലായില്ല. അപ്പൊ ഈന വന്നത് ഇവിടെ നെസ്ബ് ആയതുകൊണ്ട്. അപ്പോ അലാ ഹുബ്ബിഹി വന്നിട്ട് ദബിൽ ഖുർബ, ബന്ധുത്വമുള്ളവർക്ക്, യത്താമ അനാഥർക്ക്, വൽ മസാക്കീൻ മിസ്കീന്മാർക്ക്, ഇബ്ന സബീൽ തെരുവിന്റെ പുത്രന്മാർക്ക്, അസ്സായിലീൻ ചോദിച്ചു വരുന്നവർക്ക്, വഫിർ യഖാബ്. യഖാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഫക്കു റക്കബത്തിന് എന്ന് പറഞ്ഞില്ലേ? ഫക്കു റക്കബത്ത് എന്ന് പറഞ്ഞാൽ അടിമയെ മോചിപ്പിക്കുക എന്നാണ് നമ്മൾ അർത്ഥം പറഞ്ഞത്. ആ ഫക്കു റക്കബത്ത് എന്ന ആശയം ഖുർആനിൽ ഒറ്റ വാക്കിൽ പ്രയോഗിക്കുന്നത് പലപ്പോഴും യഖാബ് എന്ന അർത്ഥത്തിലാണ്. യഖാബ് എന്ന് പറഞ്ഞാൽ റക്കബത്തിന്റെ ബഹുവചനമാണ് യഖാബ്. അക്ഷരാർത്ഥത്തിൽ അതിന്റെ ഭാഷാപരമായ വാക്കർത്ഥത്തിൽ റക്കബത്തിന്റെ ബഹുവചനമാണ് യഖാബ്. എന്നാൽ ഖുർആനിൽ വഫിൽ യഖാബ് എന്ന് പറഞ്ഞതെല്ലാം ഇതാണ്, അടിമമോചനത്തിന്. യഖാബ് എന്ന് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് അടിമമോചനം എന്ന അർത്ഥത്തിൽ. ഫക്കു റക്കബത്ത് എന്ന ആശയത്തിലാണ് യഖാബ് വന്നത്. അപ്പോ അടിമമോചനത്തിൽ
ഇങ്ങനെ 6 കാര്യങ്ങൾക്ക് എന്താണ്, 6 കാര്യങ്ങൾക്ക് മാത്രമല്ല അതുപോലുള്ള കാര്യങ്ങളിൽ പണം ചെലവഴിക്കലാണ് ആത്തൽമാലാല ഹുബ്ബിഹി. അപ്പൊ ഇതെന്താണ്? ഇതെല്ലാം ഓപ്ഷണൽ ആയിട്ടുള്ള പണം ചെലവഴിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. വിശ്വാസ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറഞ്ഞത്? സ്വമേധയാ അദ്ദേഹം സ്വയം, അല്ലെങ്കിൽ ഈ പറഞ്ഞ മൻ ആമന ബില്ല വലാകിന്നൽ ബിർറ മൻ എന്ന് പറഞ്ഞല്ലോ, ഒരുവൻ എന്ന് പറഞ്ഞു. അവൻ എന്ത് ചെയ്യുന്നു? അദൃശ്യ കാര്യങ്ങളിലൊക്കെയും വിശ്വസിക്കുന്നു. പിന്നീട് അവൻ സ്വമേധയാ തന്നെ എന്ത് ചെയ്യുന്നു? താൻ ഇഷ്ടപ്പെടുന്ന പണം ചെലവഴിക്കുന്നു അടുത്ത ബന്ധുക്കൾക്ക്. അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ടത് അടുത്ത ബന്ധുക്കളെയാണ് ആദ്യം പറഞ്ഞത്. മിസ്കീനെ പറയുന്നതിന് പകരം അടുത്ത ബന്ധുക്കളെയാണ് പറഞ്ഞത്. അപ്പൊ അടുത്ത ബന്ധുക്കൾക്ക് ആണ് യഥാർത്ഥത്തിൽ പ്രഥമ പരിഗണന കൊടുക്കുന്നത്. അഗതികൾക്കും അനാഥർക്കും അഗതികൾക്കും അതേപോലെ അവസരക്കും ഒക്കെ പണം കൊടുക്കുമ്പോൾ അവരിൽ ഉള്ള ബന്ധുത്വമുള്ളവർക്കാണ് പ്രഥമ പരിഗണന കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൽ ഖുർബ എന്ന് ആദ്യം പറഞ്ഞു. പിന്നീട് അനാഥൻ എന്ന് പറഞ്ഞു. അനാഥൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ യത്താമ അല്ലെങ്കിൽ യത്തീമിന്റെ ബഹുവചനമാണ് യത്താമ. മുമ്പ് പഠിച്ചിട്ടുണ്ട്. യത്തീം എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് പിതാവ് മരിച്ച ആളാണ് ഒഫീഷ്യലി യത്തീം എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ സാങ്കേതിക അർത്ഥത്തിൽ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് പിതാവ് മരിച്ച ആൾക്കാർ. മാതാവ് മരിച്ചവനെയും അനാഥൻ എന്ന് പറയും. അതേസമയം കൃത്യമായും അയാൾ അനാഥനാകണമെങ്കിൽ എന്താണ്? പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് പിതാവ് മരിച്ചയാളാണെങ്കിൽ അയാൾ യതീമാണ്. വൽ മസാക്കീൻ, മിസ്കീൻ എന്ന് പറഞ്ഞു. അപ്പം മിസ്കീന്റെ ബഹുവചനമാണ് മസാക്കീൻ. മസാക്കീനും അവർ ചെലവഴിക്കും, പണം ചെലവഴിക്കും മിസ്കീനുകൾക്ക് വേണ്ടി, അത് അഗതികൾക്ക് വേണ്ടി. മിസ്കീൻ എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഫക്കീറും ഉൾപ്പെടും. അതേപോലെ ഫക്കീർ എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മിസ്കീനും ഉൾപ്പെടും. അതേസമയം സൂറത്ത് തൗബയിൽ സക്കാത്തിന്റെ അവകാശികളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇന്നമ സദഖാത്തുൽ ഫുഖറാഇ വൽ മസാക്കീൻ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ രണ്ടും വന്നു, ഫക്കീറുകൾക്കും മസാക്കീനുകളും മിസ്കീന്മാരും. ഖുർആനിൽ അങ്ങനെ മിസ്കീൻ എന്ന് പറഞ്ഞാൽ അഗതികൾ എന്നാണ്. അപ്പൊ മിസ്കീൻ എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫക്കീർ പെടില്ലേ എന്ന് ചോദിച്ചാൽ ഫക്കീറും പെടുന്നതാണ് ഈ വാക്ക് മിസ്കീൻ എന്ന് പറയുന്നത്. ഫക്കീർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളെങ്കിൽ, അല്ലെങ്കിൽ ഫുഖറ എന്ന് മാത്രമേ പറഞ്ഞിരിക്കുന്നെങ്കിൽ അവിടെ മിസ്കീൻ പെടൂല്ലേ എന്ന് ചോദിച്ചാൽ മിസ്കീനും അടങ്ങുന്നതാണ് ഫക്കീർ. രണ്ടും എന്താണ്? ദരിദ്രരാണ്. അതേസമയം മിസ്കീൻ ആകുമ്പോൾ മിസ്കീൻ ഒരുപാട് ചോദിച്ചു നടക്കാത്തത്. മിസ്കീനായിരുന്നാലും ഫക്കീറായിരുന്നാലും അവർക്ക് ഉള്ളത് കൊണ്ട് മതിയാകാത്തതാണ്. നേരെ തിരിച്ചും പറയുന്നുണ്ട്, മിസ്കീൻ ഉള്ളത് കൊണ്ട് മതിയാകാത്തവരാണ്, ഫക്കീർ ഒട്ടുമില്ലാത്തവരാണ് എന്ന് പറയുന്നു. അതെന്തായാലും രണ്ടായിരുന്നാലും അവർക്ക് ആവശ്യക്കാരാണ്. അങ്ങനെയുള്ളവർക്ക് കൊടുക്കും. വബിന സബീൽ, ഇതിന് സബീൽ എന്ന് പറഞ്ഞാൽ വഴിയാത്രക്കാരെന്നാണ്. വഴിയാത്രക്കാരെന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റുകൾ എന്നുള്ളതാണ് ശരിക്കും ഭാഷാർത്ഥം വരും. അങ്ങനെ തന്നെയാണ് എന്താ പറയാ, പിന്നെ അങ്ങനെ തന്നെയാണ് പണ്ഡിതന്മാര് അന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ അന്നത്തെ വഴിയാത്രക്കാരെന്ന് പറയുന്നത് ഇന്നത്തെ പോലത്തെ വിനോദസഞ്ചാരികളായിരുന്നില്ല. എന്നാൽ വിനോദസഞ്ചാരികളും അതിൽ പെടും എന്നും പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം അവരുടെ നാട്ടിൽ അവർ സമ്പന്നരാണെങ്കിൽ പോലും ഈ വഴിയാത്രക്കാർ അവർ വഴിമുട്ടിപ്പോയി, അല്ലെങ്കിൽ അവർ വഴിക്ക് വെച്ചവരുടെ സമ്പത്ത് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായി പോയാൽ അവരും ഇതിന് അർഹരായിത്തീരും. അതേപോലെ തന്നെ നാം അതിൻ്റെ ഇബ്നു സബീൽ എന്ന അക്ഷരാർത്ഥത്തിൽ എടുത്താൽ, ഇബ്നു സബീൽ എന്ന വഴിയുടെ തെരുവിന്റെ പുത്രൻ എന്നാണ്. വഴിയാധാരമായവർ എന്ന് നമുക്ക് പറയാം. പക്ഷെ വഴിയാധാരമായവർ നമ്മൾ പറയുമ്പോൾ നേരത്തെ പറഞ്ഞ മിസ്കീനിൽപ്പെടും അല്ലെങ്കിൽ ഫക്കീറിൽപ്പെടും. അതുകൊണ്ടാണ് ഇവിടെ ഇബ്നു സബീൽ എന്നത് വേറെ പറയുന്നത്. വഴിയാത്രയിൽ അല്ലെങ്കിൽ യാത്രയ്ക്കിടയിൽ അവർക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരെന്ന് പറയും. സായിലീൻ, ചോദിച്ചു വരുന്നവർ. സായിലീൻ, ചോദിച്ച് വരുന്നവർ. ഒരാള് ചോദിച്ച് നടക്കാൻ പാടില്ല എന്നാണ്. അത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കലാണ്. അങ്ങനെ ബുദ്ധിമുട്ടിച്ച് ചോദിച്ച് നടക്കാൻ പാടില്ല. അത് അഭിമാനം കിടന്ന സംഗതിയാണ്. അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ചെയ്തിട്ടുണ്ട്, നിരുത്സാഹപ്പെടുത്തിയിട്ടുമുണ്ട്. അങ്ങനെ ചോദിച്ചാൽ അതേസമയം ചില സന്ദർഭങ്ങളിൽ ചോദിക്കേണ്ടി വരും. അങ്ങനെ ആരെങ്കിലും ചോദിച്ചു വന്നാൽ അവർക്കും കൊടുക്കണം.
ഒഫിർ രക്കാബി അടിമമോചനം എന്ന് പറഞ്ഞു. അടിമമോചനം എന്ന് പറഞ്ഞാൽ ഈ അടിമമോചനം എന്നത് നമുക്കറിയാം, ഇസ്ലാം അടിമത്ത സമ്പ്രദായം നിശേഷം എടുത്തു കളഞ്ഞു. അങ്ങനെ നിശേഷം എടുത്തു കളഞ്ഞ ഒരു സംവിധാനമാണ് ഇസ്ലാം. ഇസ്ലാമാണ് പൂർണ്ണമായും അടിമത്തത്തെ ഇല്ലായ്മ ചെയ്തു. എന്നാൽ ആ അടിമത്തം എങ്ങനെ ഇല്ലായ്മ ചെയ്യാമോ അതിൻ്റെതായ രീതിയിലാണ് ഇസ്ലാം ഇല്ലായ്മ ചെയ്തിരിക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് അടിമത്ത സമ്പ്രദായമെല്ലാം ഇല്ലായ്മ ചെയ്തിരിക്കുന്ന ഒരു ഡിക്ലറേഷൻ പ്രഖ്യാപിക്കുകയല്ല ചെയ്യുന്നത്. കാരണം അങ്ങനെ വരുമ്പോൾ കുറേ ആൾക്കാർ എന്താവും, അവർ തെരുവിലാവും, അവർക്ക് ഒരു അത്താണി ഇല്ലാതെയാവും. എല്ലാവരും മോചിപ്പിച്ചു, അവരെങ്ങോട്ട് പോകും? എവിടെ പോകും? ഒരു സാമൂഹിക പ്രശ്നം, പ്രതിസന്ധി ഉണ്ടാകും. അതിന് പകരം എന്ത് ചെയ്തു? അതിന് ഘട്ടം ഘട്ടമായിട്ട് കുറേശ്ശെ അപ്പൊ അതിൽപ്പെട്ടതാണ് അങ്ങനെ അടിമയെ മോചിപ്പിക്കുന്നതിന് വേണ്ടി പണം ചെലവഴിക്കുക. എന്താണ്? വലിയ പുണ്യത്തിൽപ്പെട്ടതാണ്. പല സംഗതികളിലും പരിഹാരമായിട്ട്, പല കുറ്റങ്ങൾക്കും പാപങ്ങൾക്കും പരിഹാരമായിട്ട് അടിമത്വ മോചനം എന്ത് ചെയ്തു? നിബന്ധനയായി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ അടിമമോചനം എന്ന് പറയുന്നത് ഇന്നില്ലെങ്കിൽ ബന്ധനസ്ഥർ എന്ന കൂട്ടം ബന്ധനസ്ഥരെ മോചിപ്പിക്കുക, അന്യായമായി തടങ്കലിൽ പാർക്കുന്നവരെ മോചിപ്പിക്കുക, ഇതെല്ലാം ഇതിനകത്ത് വരുന്ന സംഭവമാണ്. പിന്നെ അഖാമസ്വലാത്ത. അപ്പോ എന്ത് പറഞ്ഞു? സ്വമേധയാ പണം ചെലവഴിക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതിനുശേഷമാണ് നിർബന്ധ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ വിശ്വാസ കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ട് ഉണ്ടായിരിക്കണം. രണ്ട്, സ്വമേധയാ സമ്പത്ത് ചെലവഴിക്കാൻ സന്നദ്ധമായിരിക്കണം. അവനാണ് പുണ്യവാൻ. അഖാമ സ്വലാത്ത. അതേപോലെ നിർബന്ധ ആരാധന കാര്യങ്ങളുണ്ട്. നിർബന്ധ ആരാധനാ കാര്യങ്ങൾ, അതില് നമസ്കാരം എടുത്തു പറഞ്ഞു. ആത്ത സകാത്ത. നേരത്തെ പറഞ്ഞ സമ്പത്ത് സ്വമേധയാ ചെലവഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് എന്ത് ചെയ്യുന്നു? ആത്ത സകാത്ത എന്ന് പറയും. അപ്പൊ നിർബന്ധദാനമുണ്ട്. നിർബന്ധമായ നമസ്കാരം, നിർബന്ധദാനം, അതേപോലെ നിർബന്ധമായ അനുഷ്ഠാനങ്ങൾ. ഇപ്പൊ ഇത് രണ്ടും ഇതിന്റെ പ്രതിനിധിയായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഹജ്ജായിരുന്നാലും വ്രതാനുഷ്ഠാനമായിരുന്നാലും ഇതെല്ലാം എന്താണ്? നിർബന്ധമായ അനുഷ്ഠാനങ്ങൾ. ഈ നിർബന്ധമായ അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്നവരുമാണ് പുണ്യവാന്മാർ. ഇവിടെ രണ്ടെണ്ണം എടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ അതിന്റെ പ്രതിനിധികളായി പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ എന്തായി? വിശ്വാസ കാര്യങ്ങൾ, സ്വമേധയായുള്ള പണം ചെലവഴിക്കൽ, അതേപോലെ നിർബന്ധ ആരാധനകൾ നിർവഹിക്കൽ. വൽ മൂഫൂന ബിഅഹ്ദിഹിം. പിന്നീട് കരാർ പാലിക്കണം. മൂഫൂൻ എന്ന് പറഞ്ഞ വാക്ക് എങ്ങനെ വന്നു? അതെ, ഔഫ പൂർത്തീകരിച്ചു. ഔഫ യൂഫിയുടെ കർത്താവിന്റെ രൂപമാണ് മൂഫിൻ. ഷായിൽ അവസാനം വെച്ചിട്ട് കസ്ർ തൻവീൻ. അതിന്റെ ബഹുവചനമാണ് മൂഫൂന്. അപ്പൊ മൂഫൂനെ പൂർത്തിയാക്കുന്നവരുമാണ് അഹിദിഹിം, അവരുടെ കരാർ പൂർത്തിയാക്കും. നേരത്തെ നമ്മള് ഹുബ്ബ് പറഞ്ഞതുപോലെ തന്നെ കരാറിനെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കരാർ എന്ന് പറഞ്ഞാൽ ഒന്ന് അള്ളാഹയോടുള്ള കരാർ, രണ്ട് സഹജീവികളോടുള്ള കരാർ, മനുഷ്യന്മാർ തമ്മിലുള്ള കരാർ. അതേപോലെ ആരോടെല്ലാം ഉത്തരവാദിത്വമുണ്ടോ അവരോടെല്ലാം ഉള്ള ഉത്തരവാദിത്വം. ഓരോ ഉത്തരവാദിത്വം എന്താണ്? ഒരു കരാറാണ്. ഇപ്പൊ ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള ഉത്തരവാദിത്വം ഒരു കരാറാണ്. ഭർത്താവിന് ഭാര്യയോടുള്ള ഉത്തരവാദിത്വം ഒരു കരാറാണ്. മാതാപിതാക്കൾക്ക് മക്കളോടുള്ള ഉത്തരവാദിത്വം ഒരു കരാറാണ്. മക്കൾക്ക് മാതാപിതാക്കളോടുള്ള ഉത്തരവാദിത്വം കരാറാണ്. ഇതെല്ലാം കരാറുടെ ഇനത്തിൽ വരും. വൽ മൂഫൂന ബിഅഹ്ദിഹിം, അവരെന്താണ്? കരാർ പാലിക്കുന്നവരാണ്. ഇദാ ആഹദു, ആഹദ പരസ്പരം കരാർ ചെയ്തു. ആഹദ. അപ്പൊ അങ്ങനെയുള്ള പരസ്പരമുള്ള കരാറുകൾ അവർ കൃത്യമായി പാലിക്കുന്നവരാണ്, പൂർത്തിയാക്കുന്നവരാണ്. വസ്സാബിരീന ഫിൽ ബഅസ. സാബർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സഹനം അവലംബിക്കുന്നവർ. സഹനം അവലംബിച്ചത് ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള മെനക്കേടും അതിനു വേണ്ടിയുള്ള ത്യാഗവും ഉണ്ടാവും. ആ ത്യാഗം യഥാവിധി നിർവഹിക്കുന്നവനാണ് സബറ എന്ന്. അങ്ങനെ സബർ പാലിക്കുന്നു.
സബരീന ഫിൽ ബഅസാഇ. അപ്പോൾ ബഅസാ, ദർറാ, ബഅസ് എല്ലാം പരസ്പര പൂരകങ്ങളായ സംഭവങ്ങൾ. ബഅസാ, ദർറാ, ബഅസാ. ബഅസാ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം അല്ലെങ്കിൽ കഠിനമായ പ്രയാസം ആണ് ബഅസാ എന്ന്. ദർറാ എന്ന് പറഞ്ഞാൽ ദർറ എന്ന് പറഞ്ഞാൽ ആപത്ഘട്ടം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ബഅസാ ദാരിദ്ര്യവും പ്രയാസവും എന്ന് പറഞ്ഞാൽ ദർറ എന്താണ്? ശരീരത്തെ ബാധിക്കുന്ന രോഗവും അതുമായി ബന്ധപ്പെട്ട ക്ലേശങ്ങളും ആകാം. കേട്ടോ, ആപത്ഘട്ടം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ബഅസ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഹീനൽ ബഅസ്, യുദ്ധം പോലുള്ള, നമ്മൾ അടിയന്തരാവസ്ഥ എന്നൊക്കെ പറയുന്നു, അതുപോലുള്ള കഠിനമായ സാഹചര്യങ്ങൾ, തീക്ഷ്ണമായ സാഹചര്യങ്ങൾ, അങ്ങനെയുള്ള കഠിനമായ സാഹചര്യം. അങ്ങനെ ക്ലേശത്തിലും ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടിലും യുദ്ധസമാനമായ അന്തരീക്ഷത്തിലും എന്ത് ചെയ്യാണ്? സഹനം അവലംബിക്കുന്നു. ഇവിടെ ഒന്ന് നമ്മൾ നോക്കിയാൽ ക്ഷമ എന്ന് പറയുന്ന, സോറി എന്ന് പറയുന്ന സംഭവത്തിലല്ല സബറ ഉപയോഗിച്ചത്. ബഅസായിലും ദർറായിലും ഹീനൽ ബഅസിലും, ബഅസിന്റെ സന്ദർഭത്തിലും എന്താ വേണ്ടത്? ഒട്ട ഉറച്ചിക്കണം. പരിഭ്രമം വെപ്രാളം ഒന്നും കാണിച്ചിട്ട് എന്തെങ്കിലും ചെയ്ത് കളഞ്ഞിട്ട് അള്ളയെ പറഞ്ഞൊന്നും ചെയ്ത് പറയാൻ പാടില്ല. അതേപോലെ പരിഭ്രമം വെപ്രാളം ഒന്നും കാണിക്കാൻ പാടില്ല. ആ സമയത്ത് ചിന്തിച്ചുകൊണ്ട് എന്താണ് ചെയ്യണമെന്നുള്ള ഹിക്മത്തൊക്കെയാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടായത്. ഉലൈക അല്ലദീന സദഖു, അവരാണ് എന്ത് ചെയ്തത്? അല്ലദീന സദഖു, സത്യം പറഞ്ഞു. അവരാണ് സത്യസന്ധൻ. അപ്പൊ ബിർറ് ചെയ്തവൻ, പുണ്യം ചെയ്തവൻ ആരൊക്കെ എന്ന് ചോദിച്ചാൽ ആരാണ് പുണ്യം ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ ഏത് മഹാനെടുത്ത് നോക്കിയാലും ആ മഹാൻ ഇത്തരം കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ്. എല്ലാം എന്ന് പറഞ്ഞാൽ ഇത് ആദ്യം പറഞ്ഞ ആദർശ കാര്യങ്ങളുടെ വിശ്വാസം. 2, സ്വമേധയായുള്ള സാമ്പത്തിക വ്യയം. 3, നിർബന്ധ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുക. 4, കരാർ പാലിക്കുക. 5, ക്ലേശത്തിലും ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടിലും സഹനം അവലംബിക്കുക. ഇത് ചെയ്തവനാണ് അത് പുണ്യം ചെയ്തത്. ഇത് ചെയ്യാതെ ദിക്റും സലാത്തും ചൊല്ലിക്കേണ്ട ഒരു മൂലയിൽ കുത്തിയിരിക്കുന്നതിനല്ല പുണ്യം ചെയ്തത്. അതൊക്കെ അതിൻ്റെ ഭാഗമാണ് എന്ന് മാത്രമേ ഉള്ളൂ, അതല്ല പുണ്യം എന്നുള്ളൂ. ഇവരാണ് സത്യത്തിൽ വിലയേറുക. അതാണ് ഉലായിക്ക വരുന്ന സ്ഥലം. ഉലായിക്ക ഹുമുൽ മുത്തഖൂൻ, അവരാണ് മുത്തഖികൾ. സൂക്ഷ്മതയുള്ളവരെന്ന് പറഞ്ഞാൽ അവരാണ്. അല്ലാതെ നെറ്റിയിലെ നമസ്കാരത്തിന്റെ തഴമ്പുള്ളത് കൊണ്ടോ, മുഷിഞ്ഞ വസ്ത്രം അല്ലെങ്കിൽ പഴകിയ വസ്ത്രം ധരിച്ചതുകൊണ്ടോ, അല്ലെങ്കിൽ കാലിന്റെ നിര്യാണിക്ക് മുകളിൽ, ഇപ്പൊ നിര്യാണിക്ക് മുകളിൽ തുണിയെടുക്കൽ ഇപ്പൊ ഫാഷനായി തീർന്നു, അങ്ങനെ ഉടുതുണി ഉയർത്തി കൊടുത്തവരോ അല്ലെങ്കിൽ അങ്ങനെ ചുരുക്കി തുണി ഉപയോഗിക്കുന്നതാണോ, അതൊന്നും അല്ല എന്ത് ഇതിന്റെ ലക്ഷണം. തഖ്വയുടെ അല്ലെങ്കിൽ മുത്തഖിയുടെ ലക്ഷണം. മറിച്ച് എന്താണ്? ഈ പറഞ്ഞ കാര്യങ്ങളാണ് മുത്തഖിയുടെ ലക്ഷണം. ഇതില് ലാ ബഅസ് എന്ന് അറിയില്ലേ, അതില് ഈ ബഅസ് തന്നെയാണോ? ലാ ബഅസ് എന്ന് പറഞ്ഞാൽ ഈ ബഅസ് അല്ല. ഡോക്ടർ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിനകത്ത് നേരത്തെ ഉണ്ടോ? നേരത്തെ ഉണ്ട്. ശബ്ദം ഇതുവരെ കേട്ടത് ഓർമ്മയില്ലേ? മിണ്ടാതിരിക്കലാണ്. ലാ ബഅസ് എന്നാൽ നോ പ്രോബ്ലം എന്നാണ്. ഇതെന്ന് പറയുന്നത് ക്ലേശകരമായ അവസ്ഥ അല്ലെങ്കിൽ യുദ്ധസമാനമായ അവസ്ഥയ്ക്കാണ് ബഅസ് എന്ന്. ലാ ബഅസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ചെറിയ പ്രശ്നം. ലാ ബഅസ് നോ പ്രോബ്ലം. ഇതുമായി ബന്ധമുണ്ട്. പക്ഷേ ഇവിടെ പറഞ്ഞ ബഅസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ബഅസും ബഅസും തമ്മിലും എന്തുണ്ട്? കാഴ്ചയുണ്ട്. പക്ഷെ ഇതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചിരിക്കുന്ന രീതിയിലാണ് ഞാൻ വിശദീകരിക്കുന്നത്. ഞാനല്ലേ സ്വന്തമായിട്ട് പറയുന്നത്. സാധാരണ നമ്മൾ ലാ ബഅസ് എന്ന് പറഞ്ഞാൽ അവിടെ അടിയന്തരാവസ്ഥയൊന്നും ഇല്ല എന്നല്ല, യുദ്ധമില്ല എന്നല്ല ഉണ്ടാവും. ലാ ബഅസ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന ബഅസ് എന്ന് പറയുന്നത് ക്ലേശകരമായ അന്തരീക്ഷം,
അല്ലെങ്കിൽ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ. ഉലൈക്കല്ലദീന സദഖു ഉലൈക ഹുമുൽ മുത്തഖൂൻ. ഇനിയുണ്ട്, തീർന്നില്ല. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുൽ ഖിസാസ്. നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുന്നു? കുതിബ അലൈക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താർത്ഥം? ഫറള അലൈക്കും എന്നാണ്, അല്ലെങ്കിൽ ഫുരിള അലൈക്കും എന്ന്. നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. ഖുർആനിൽ കുതിബ അലൈക്കും എന്ന് പറഞ്ഞതൊക്കെ എന്താണ്? നിർബന്ധമാക്കിയിരിക്കുന്നു. കുതിബ അലൈക്കും സിയാം, വ്രതം നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു. കുതിബ അലൈക്കുമുൽ ഖിസാസ്, പ്രതിക്രിയ നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു. കുതിബ അലൈക്കുമുൽ ഖിതാൽ, നിങ്ങൾക്ക് യുദ്ധം നിർബന്ധമാക്കിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അതിന്റെ സാഹചര്യം വരുമ്പോൾ നിർബന്ധമാക്കി. ഇതെന്താ പറഞ്ഞത്? അൽ ഖിസാസ് എന്ന് പറഞ്ഞാൽ പ്രതിക്രിയ. ശിക്ഷാവിധിയായിട്ട് പ്രതിക്രിയ, പകരം ചെയ്യൽ നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്കല്ല നിർബന്ധമാക്കിയിരിക്കുന്നു. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരു വ്യക്തിയും നിയമം കയ്യിലെടുക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. മറിച്ച് എന്താണ്? നിയമം നടപ്പാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഭരണകൂടം അവിടെ ഉണ്ടാകും. ആ ഭരണകൂടത്തിനാണ് ഇത് നിർവഹിക്കാനുള്ള അവകാശമുള്ളത്. കുതിബ അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ വിശ്വാസികളായ ഓരോ ഇൻഡിവിജ്വലിനല്ല, മറിച്ച് വിശ്വാസികളുടെ നേതൃത്വത്തിനും അല്ലെങ്കിൽ ആ ഭരണകൂടത്തിനാണ് നിർബന്ധമായിട്ടുള്ളത്. കുതിബ അലൈക്കും ഖിസാസു ഫിൽ ഖത്ല, വധിക്കപ്പെട്ടവർ. ഖത്ല, ഖതീലിന്റെ ജംആണ് ഖത്ല. ഖതല എന്ന് പറഞ്ഞാൽ വധിച്ചു. വധിച്ചു. ഖതലയുടെ കർമ്മത്തിന്റെ രൂപമാണ് മഖ്തൂൽ. മഖ്തൂലിന്റെ മറ്റൊരു രൂപമാണ് ഖതീൽ. മഖ്തൂൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ബഹുവചനം മഖ്തൂലൂൻ തന്നെ വരും. മഖ്തൂലിന്റെ മറ്റൊരു രൂപമാണ് ഖതീൽ. അതായത് നമ്മൾ റഹീം എന്ന് പറയൂലേ, റഹീം എന്ന് പറയുമ്പോൾ അത് റഹിമയുടെ കർത്താവായ റാഹിമിന്റെ ആധിക്യത്തിന്റെ രൂപമാണ് റഹീം. അപ്പൊ എന്താണ്? കർത്താവിന്റെ ആധിക്യത്തിന്റെ രൂപത്തിന് റഹീം എന്ന രൂപം ഉപയോഗിക്കും, ഫഈൽ എന്ന ഫോർമാറ്റ് ഉപയോഗിക്കും. അതേപോലെ തന്നെ മഫ്ഊൽ, കർമ്മനാമത്തിന്റെ ആധിക്യത്തിന്റെ രൂപത്തിനും ഫഈൽ ഫോർമാറ്റ് ഉപയോഗിക്കും, പാറ്റേൺ ഉപയോഗിക്കും. അപ്പൊ നമ്മുടെ ഉദാഹരണം എന്നൊക്കെ ഹമീദുൽ മജീദ്. ഹമീദ് മജീദ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹമീദിന് എന്താ അർത്ഥം നമ്മൾ പറയുന്നത്? ഹമീദ് എന്നൊക്കെ ഹമീദുൽ മജീദ്, ഹമീദ്. സ്തുത്യർഹൻ എന്ന് പറഞ്ഞാൽ ഏത് ഫോർമാറ്റാണ്? കർത്താവിന്റെ രൂപമാണോ കർമ്മത്തിന്റെ രൂപമാണോ? സ്തുത്യർഹൻ കർമ്മനാമമാണ്, കർത്താവല്ല. ഹാമിദാണ് കർത്താവ്. മഹ്മൂദ് കർമ്മത്തിൻ്റെതാണ്. മഹ്മൂദിന് പകരമുള്ള പദമാണ് ഹമീദ്. ചില നാമങ്ങൾക്ക് ഹമീദ് ഫോർമാറ്റിൽ വന്നാൽ അതെന്താണ്? ഫഈൽ ഫോർമാറ്റിൽ വന്നാൽ അത് കർമ്മത്തിന്റെ ആധിക്യത്തിന് രൂപമായിരിക്കും. ചില നാമങ്ങൾക്ക് അത് കർത്താവിന്റെ ആധിക്യത്തിന് രൂപമായിരിക്കും. അത് ഭാഷ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഹമീദ് അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. എന്നൊക്കെ ഹമീദ് മജീദ് നീ സ്തുത്യർഹനാണ് എന്ന് പറഞ്ഞാൽ സ്തുതിക്കപ്പെടുന്നവനാണ് എന്നാണ്, സ്തുതിക്കപ്പെടാൻ അർഹനാണ് എന്നാണ്. അതേപോലെയാണ് ഖതീൽ എന്ന് പറഞ്ഞാൽ വധിക്കാൻ പെട്ടവൻ എന്നാണ്. അതിന്റെ ബഹുവചനമാണ് ഖത്ല. അപ്പൊ വധിക്കപ്പെട്ടവന്റെ കാര്യത്തിൽ എന്ത് പ്രതിക്രിയ നിങ്ങൾക്ക് നിർബന്ധമാക്കി. അൽ ഹുർറു ബിൽ ഹുർരി വൽ അബ്ദു ബിൽ അബ്ദി വൽ ഉൻസ ബിൽ ഉൻസ. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നു? ഒരു പ്രമാണി വധിച്ചാൽ ആ പ്രമാണിക്ക് പകരമായി ഒരു പ്രമാണി വേറൊരാളെ വധിച്ചാൽ, അതായത് കാതകൻ, കൊലപാതകി, കുറ്റവാളി ആരാണ്? കുറ്റവാളി ഒരു പ്രമാണിയാണ്, ഉന്നത കുലജാതനാണെങ്കിൽ അയാൾ എന്ത് ചെയ്യും? അയാളെ ശിക്ഷിക്കുന്നതിന് പകരം വേറൊരാളെ ശിക്ഷിക്കും. അയാൾക്ക് പകരമായിട്ട് വേറൊരു സാധാരണക്കാരനെ ശിക്ഷിക്കുന്നു, വരുത്തി. അയാളെ അവരുടെ
അവരുടെ എന്താ പറയാ, അവരുമായി ഉടമ്പടിയുള്ള അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുള്ള ശത്രുപക്ഷം ഉണ്ടല്ലോ, രണ്ട് പക്ഷം ഉണ്ടാവും, രണ്ട് പക്ഷത്തിൽ അയാളുടെ പക്ഷത്തിലുള്ള ഒരാളെ അയാൾ പകരം വധിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കും. അപ്പൊ അതേപോലെ അയാൾക്ക് അടിമയുണ്ടാകും, അടിമയെ യജമാനു പകരം അടിമയെ വധിക്കാൻ പറയും. അതേപോലെ ആണിന് പകരം പെണ്ണിനെ, പെണ്ണിന് പകരം ആണിനെയൊക്കെ വധിക്കണം. അത് ശരിയല്ല എന്നാണ് ഈ പറഞ്ഞത്. അൽ ഹുർറു ബിൽ ഹുർരി, സ്വതന്ത്രനാണെങ്കിൽ സ്വതന്ത്രനെ തന്നെ വധിക്കണം. ആ സ്വതന്ത്രനെ കുറ്റവാളിയാണ് വധിക്കേണ്ടത്. വല്ലാബദു ബിൽ ആബദി, അടിമ കുറ്റം ചെയ്താൽ അടിമയാണ് വധിക്കപ്പെടുന്നത്. അപ്പോൾ അൽ ഹുർറു ബിൽ ഹുർരി എന്ന് പറഞ്ഞാൽ സ്വതന്ത്രന് പകരം സ്വതന്ത്രൻ. വൽ അബ്ദു ബിൽ അബ്ദി എന്ന് പറഞ്ഞാൽ അടിമയ്ക്ക് പകരം അടിമ. വൽ ഉൻസ ബിൽ ഉൻസ എന്ന് പറഞ്ഞാൽ പെണ്ണിന് പകരം പെണ്ണിന്. ഫമൻ ഉഫിയ ലഹു, ഇനി ഉഫിയ ലഹു, ഉഫിയ എന്ന് പറഞ്ഞാൽ എന്ത് 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 തരം ക്രിയയാണ്? കർത്തരി പ്രയോഗമാണ്, കർമ്മണി പ്രയോഗം. കർമ്മണി പ്രയോഗം. അപ്പൊ അതിന്റെ കർത്തരി പ്രയോഗം എന്താണ്? അഫ, അലിഫിട്ടിട്ടാണ് കർത്തരി പ്രയോഗം വരിക. അഫ അലിഫിട്ടിട്ടാണ് കർത്തരി പ്രയോഗം. അഫായി അഫു എന്നാണ് വരിക. അപ്പൊ അഫായെ കർമ്മണി പ്രയോഗമാക്കുമ്പോൾ ഉഫിയ, ഉഫിയ എന്ന് എഴുതി തന്നിട്ടില്ലെങ്കിൽ രണ്ടാമത് കേട്ടിട്ട് എഴുതണം കേട്ടോ. ഇപ്പോഴല്ല, രണ്ടാമത് കേട്ടിട്ട് എഴുതും. ഉഫിയ, അഫ ഉഫിയ. അപ്പൊ ഉഫിയ ലഹു, അവന് മാപ്പ് നൽകപ്പെട്ടു. അപ്പൊ ഒരു പ്രതിയായി, ആ പ്രതിക്ക് എന്ത് ചെയ്തു? മാപ്പ് നൽകി. മിൻ അഖീഹി, തന്റെ സഹോദരനിൽ നിന്ന് ഷൈഉൻ, എന്തെങ്കിലും മാപ്പായി നൽകപ്പെട്ടാൽ പിൻപറ്റി ഫോളോ ചെയ്യുക, അതിനെ പിന്തുടരുക, അല്ലെങ്കിൽ അതിനെ ഫോളോ ചെയ്യാൻ സ്വീകരിക്കുക. ബിൽ മഅറൂഫ്, അറിയപ്പെടുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ, മാന്യമായ രീതിയിൽ അത് സ്വീകരിക്കുക. അദാഉൻ ഇലൈഹി, എന്തിനാണ് അവനോട് അദാഉൻ ഇലൈഹി കൊടുത്തു തീർക്കണം, അവന് കൊടുക്കണം. ഇലൈഹി, അവന് കൊടുക്കലാണ്. ബി ഇഹ്സാൻ, നല്ല രീതി. അപ്പൊ എന്ത് ചെയ്യാം? മാപ്പ് നൽകപ്പെടാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളെ പീനൽ കോഡിൽ അങ്ങനെയില്ല, ഇന്ത്യൻ പീനൽ കോഡിൽ ഇല്ല. അതേസമയം ഇസ്ലാമിക് പീനൽ കോഡിൽ അങ്ങനെയുണ്ട്, മാപ്പ് നൽകപ്പെടാം. ആരാണ്? കൊല്ലപ്പെട്ടയാളിന്റെ അവകാശികൾക്ക്, അനന്തരാവകാശികൾക്ക് അല്ലെങ്കിൽ പിൻഗാമികൾക്ക് എന്ത് ചെയ്യാം? പ്രതിക്ക് മാപ്പ് കൊടുക്കാം. അങ്ങനെ ഒരു പീനൽ കോഡ്, ഇസ്ലാമിക് പീനൽ കോഡിൽ അങ്ങനെ ഒരു സംഭവം. അങ്ങനെ ആരെങ്കിലും വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്താൽ, ഉഫിയ മാപ്പ് നൽകപ്പെട്ടാൽ, പിന്നെ ഹീഹി, തന്റെ സഹോദരൻ എന്ന് പറഞ്ഞാൽ വാദിഭാഗത്തിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും നിലയ്ക്ക് തിബാഅൻ ബിൽ മാറൂഫ്, അമ്പയാണെങ്കിൽ മാന്യമായി അതിനെ സ്വീകരിക്കണം. വഅദാഉൻ ഇലൈഹി ബി ഇഹ്സാൻ, നല്ല നിലയിൽ അത് കൊടുത്തു വീട്ടേണ്ടതുമാണ്. ദാലിക തഖ്ഫീഫുൻ മിർ റബ്ബിക്കും, അതെന്താണ് തഖ്ഫീഫ്? ഈ തഖ്ഫീഫിന്റെ രൂപം നമ്മൾ എവിടെ ആദ്യം പഠിച്ചത്? ഖഫ, ഖഫ പഠിച്ചു. അമ്മാമൻ ഖഫത്ത്, അമ്മാമൻ ഖഫത്ത്. അപ്പൊ ഖഫ എന്ന് പറഞ്ഞാൽ അവിടെ ലഘുവായി എന്നാണ്. ലഘുവായി, ഖഫഫ ലഘുവാക്കി. ഖഫഫയുടെ ക്രിയാധാതുവാണ് തഖ്ഫീഫ്. ഖഫഫ യുഖഫിഫു തഖ്ഫീഫ്. തഖ്ഫീഫു മിർ റബ്ബിക്കും, അത് നിങ്ങളുടെ റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ലഘൂകരണമാണ്. വറഹ്മത്തുൻ, കാരുണ്യവുമാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ, അങ്ങനെ
ജഡ്ജി പറയുകയാണിത് മാപ്പ് സ്വീകരിക്കാൻ പറ്റില്ല, അങ്ങനെ നമ്മുടെ പീനൽ കോഡിലില്ല എന്ന് പറഞ്ഞാൽ മാപ്പ് സ്വീകരിക്കാൻ പറ്റില്ല, അയാളെ തൂക്കി വരണം അല്ലെങ്കിൽ അതില്ലാത്ത. അങ്ങനെയല്ല, മറിച്ച് എന്താണ്, ഇത് സുപ്രീം കോർട്ടിന്റെ എന്താണ് വെർഡിക്റ്റ് ആണ്. സുപ്രീം കോർട്ട് ആരാ? റബ്ബിക്കും റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള ലഘൂകരണമാണ്. റഹ്മത്തിന് അതിൽ കാരുണ്യവുമാണ്, ലഘൂകരണമാണ്. നിയമപരമായ കാരുണ്യമാണ് അത് ആൾക്ക് കൊടുക്കുന്ന ഒരു നിയമപരമായ ലഘൂകരണമാണ് ആൾക്ക് കൊടുക്കുന്ന ഒരു കാരുണ്യവുമാണ്. പിന്നെ ആരെങ്കിലും പരിധി ലംഘിച്ചു, പരിധി ലംഘിച്ചു എന്ന് പറഞ്ഞാൽ മാപ്പ് കൊടുത്തതിന് ശേഷം പിന്നെ അയാളെ കാണുമ്പോഴത്തേക്ക് ഈ ഇതിന്റെ അന്തരാവാസികൾക്ക് കലി ഇളകാൻ പാടില്ല, പിന്നെ പ്രതിക്രമണം ചെയ്യണമെന്ന് വിചാരിക്കാൻ പാടില്ല, പിന്നെ അയാളുടെ പക്ഷത്തിലുള്ള ആരും എന്ത് ചെയ്യാൻ പാടില്ല, അയാൾക്കെതിരെ ഒന്നും ചെയ്യാൻ പാടില്ല. ആ പ്രതി സ്വതന്ത്രനായി ഇറങ്ങി നടക്കുമ്പോൾ അത് ന്യായമായും അദ്ദേഹത്തിന് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കപ്പെട്ടതാണെങ്കിൽ പിന്നീട് ആർക്കും ഒന്നും ചെയ്യാൻ പാടില്ല. അതിനുശേഷം ആരെങ്കിലും പരിധി വിട്ട് കടന്നാൽ ലഹു അസാബുൻ അലീം, അയാൾക്ക് സിവിയർ പണിഷ്മെന്റ്, വേദനാജനകമായ ശിക്ഷയുണ്ട്. അലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ, ഖിസാസ് പ്രതിക്രിയയിൽ ഒന്നവന് പകരം കൊല്ലലിൽ നിങ്ങൾക്ക് എന്തുണ്ട്? ഹയാത്തുൻ, അതിലാണ് ലൈഫ് ഉള്ളത്. യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവരെ കൊല്ലാൻ പാടില്ല എന്ന് നമ്മൾ പറയുമല്ലോ. തൂക്കിക്കൊല്ലാൻ പാടില്ല, തൂക്കിക്കൊല്ലാൻ എന്ത് ചെയ്യണം? അത് ക്യാൻസൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ പിന്നീട് ഗോവിന്ദസ്വാമിയെ കിട്ടിയപ്പോൾ എന്ത് പറഞ്ഞു നമ്മൾ? അവന് 100 പ്രാവശ്യം കൊല്ലണമെന്ന്. അപ്പോ അത് ശരിയായ നിലയ്ക്ക്, ന്യായമായ നിലയ്ക്ക് കൊല്ലപ്പെടേണ്ടവനാണെങ്കിൽ കൊല്ലപ്പെടുക തന്നെ വേണം. അതിലാണ് എന്തുള്ളത്? ലൈഫ് ഉള്ളത്. എന്ന് പറഞ്ഞാൽ ഘാതകന് പകരം കൊല്ലൽ എന്താണ്? ശേഷിച്ച സമൂഹത്തിന്റെ നിലനിൽപ്പ് അതിനെ അടിസ്ഥാനമാക്കിയാണ്. ലൈഫ് എന്ന് പറഞ്ഞാൽ ഹയാത്ത് എന്ന് പറഞ്ഞാൽ ജീവിതം എന്ന് പറഞ്ഞാൽ നിലനിൽപ്പ്. സൊസൈറ്റിയുടെ നിലനിൽപ്പിന് അത് അനിവാര്യമാണ്. മലക്കും ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ, ബുദ്ധിയുള്ളവര് നിങ്ങൾക്ക് ഈ പ്രതിക്രിയയിൽ എന്തുണ്ട്? ഹയാത്തുണ്ട് എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയുടെ സമൂഹത്തിന്റെ നിലനിൽപ്പ് അതിനാണുള്ളത്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായി ജീവിക്കുന്നതിന്. ഇപ്പൊ യമനില് നിമിഷപ്രിയന്റെ കേസിൽ ഇത് ആയിരിക്കും അല്ലേ? അപ്പം ഇതായിരിക്കും. പക്ഷെ നടന്നാക്ക് എന്താണെന്നുള്ളത് നമുക്കറിയില്ല കേട്ടോ. പലരും പലതൊക്കെയാണ് പറയുന്നത്. എന്തായിരുന്നാലും അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. എന്ത് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. വക്തിബാൻബിൽ മാറൂഫ് എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ചെയ്യാണ്? ഫിദിയ കൊടുക്കണം. ദിയത്ത് എന്താ പറയാ, ബ്ലഡ് മണി എന്നും പറഞ്ഞില്ലേ, ബ്ലഡ് മണി കൊടുക്കണം. അത് കൊടുത്താൽ, അത് സ്വീകരിച്ചാൽ എന്താണ്? പിന്നീട് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കണം. പിന്നീട് വേറെ ഒന്നും പറയാൻ പാടില്ല, ആർക്കും ഒന്നും പറയാനുള്ള അവകാശമില്ല. പക്ഷെ അതിന്റെ ഹിസ്റ്ററി പഠിക്കേണ്ടതാണ്. നമ്മൾ രണ്ട് ഭാഗത്തെക്കുറിച്ച് അനുകൂലിച്ച പ്രതികൂലിച്ചൊക്കെ സംസാരിക്കുന്ന വേളയിൽ അതിന്റെ ഹിസ്റ്ററി മനസ്സിലാക്കണം. എന്താ സംഭവിച്ചത് അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതൊക്കെ വേറെ വിഷയമുണ്ട്. പക്ഷെ അങ്ങനെ സംഭവം ഇസ്ലാമിലുണ്ട്. അത് ഉപയോഗപ്പെടുത്തിയാണ് പലരും ശ്രമിച്ചെന്നാണ് പറയുന്നത്. ഞാൻ തിരിച്ചും പറയുന്നുണ്ട്, സംഭവം നടന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അയാൾ അക്സെപ്റ്റ് ചെയ്തില്ല, അത് വേറെ വിഷയം. പിന്നെന്താ പറഞ്ഞത്? കുത്തിബ അലൈക്കും ഇദാ ഹദറ അഹദകുമുൽ മൗത്ത്. പിന്നെ അതേപോലെ നിങ്ങൾക്ക് നിർബന്ധമായ വേറൊരു സംഗതിയുണ്ട്. കുത്തിബ അലൈക്കും, നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു, ആക്കപ്പെട്ടിരിക്കുന്നു. കുരിബ അലൈക്കും, നിർബന്ധമാക്കപ്പെട്ടു. ഇദാ ഹദറ അഹദകുമുൽ മൗത്ത്, ഇദാ ഹദറ ഹാജരായാൽ, അഹദകും നിങ്ങളിൽ ഒരാളുടെ അടുക്കൽ, അഹദിനെ മഫ്ഊൽ ബിഹി ആയിട്ട് പറഞ്ഞുകൊണ്ടാണ് ഹദറ, അയാളുടെ അടുക്കൽ ഹാജരായി എന്ന് പറഞ്ഞു. ഹദറ അഹദകും, നിങ്ങളിൽ ഒരാളുടെ അടുക്കൽ മരണമാസന്നമായ, എന്ന് പറയുന്നത് നിങ്ങളിൽ ഒരാൾക്ക് മരണമാസനം. നമ്മുടെ ഭാഷയിൽ പറഞ്ഞതാണ്. അതേ ഭാഷയിൽ പറയുമ്പോൾ ഹദറ അഹദകും, അയാളുടെ അടുക്കൽ മരണമാസന്നമായി.
അൽ മൗത്തു മരണമാസന്നമായാൽ ഇൻ തറക ഖൈറൻ, ഖൈറിന്റെ അർത്ഥം എന്താ? വൈന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. കാരണം വൈന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, പണത്തോട് അവൻ കഠിനമായ ആഗ്രഹമുള്ളവനാണ്, കഠിനമായ സ്നേഹമുള്ളവരാണ്. ആ അർത്ഥമാണ് ഇവിടെ. ഇൻ തറക ഖൈറൻ, സമ്പത്ത് ബാക്കിയാക്കിയിട്ടുണ്ടെങ്കിൽ, ബാക്കിയാക്കിയിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇടയിൽ ഒരു കണ്ടീഷൻ പറഞ്ഞില്ല. ആ ഇൻ തറക്ക മാറ്റി വെച്ചിട്ട് നോക്കിയാൽ ഇൻ തറക്ക ഖൈറൻ മാറ്റി വെച്ചിട്ട് നോക്കണം. എന്താണ്? ഇദാ ഹദറ അഹദക്കുമുൽ മൗതു അൽ വസിയ്യത്തു കുത്തിബ അലൈക്കുമുൽ വസിയ്യത്തു എന്നാണ്. ഇദാ ഹദറ അഹദക്കുമുൽ മൗതു ഇൻ തറക്ക ഖൈറൻ എന്നുള്ളത് മാറ്റി വെച്ച് നോക്കുക. എന്താണ് നിർബന്ധമാക്കിയിരിക്കുന്നത്? നിർബന്ധമാക്കപ്പെട്ട കുത്തിബ അലൈക്കുമുൽ വസിയ്യത്തു, അൽ വസിയ്യത്ത്. നമ്മൾ വസിയ്യത്ത് എന്ന് പറയല്ലോ, വസിയ്യത്ത്. ആ വസിയ്യത്ത് എഴുതി എന്ന് പറഞ്ഞ വാക്ക് തന്നെ അറബിയിൽ നിന്ന് എടുത്തതാ. പിന്നീടാണ് വിൽപത്രം എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ അൽ വസിയ്യത്ത് എന്ന് പറഞ്ഞാൽ അന്തിമോപദേശം, അന്തിമോപദേശം നൽകണം. ആർക്ക്? ലിൽ വാലിദൈനി, മാതാപിതാക്കൾക്കും, വൽ അഖ്റബീൻ, അടുത്ത ബന്ധുക്കൾക്കും, ബിൽ മഅറൂഫ്, മാന്യമായ നിലയിൽ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾക്ക് മരണമാസന്നമായാൽ നിങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും വേണ്ടി എന്ത് ചെയ്യണം? നിങ്ങൾ വസിയ്യത്ത് ചെയ്യണം. ഇത് എപ്പോഴാ പറഞ്ഞത്? ഹക്കൻ അലൽ മുത്തഖീൻ എന്ന് പറഞ്ഞു. ഹക്കൻ, ബാധ്യതയായ നിലയിൽ. ഹക്കൻ എന്ന് പറഞ്ഞാൽ ബാധ്യതയാണ്. അലൽ മുത്തഖീൻ, ആർക്കാണ് ബാധ്യതയായിട്ടുള്ളത്? ഭക്തന്മാരെന്നൊക്കെ പറഞ്ഞ ഉലാക്കിയുള്ളതിന് സദഖു വലാക്കി മുത്തഖു എന്ന് പറയില്ലേ? ആ ഭക്തി പാലിക്കുന്നവനാണെങ്കിൽ ഈ മരണമാസനാകുമ്പോൾ അവന് വസിയ്യത്ത് ചെയ്യണം. ഇത് അനന്തരാവകാശം നിയമം വരുന്നതിന് മുമ്പുള്ള പ്രസ്താവനയാണ്. അനന്തരാവകാശ നിയമം എന്ന് പറഞ്ഞത് സൂറത്ത് നിസായിലെ അനന്തരാവകാശ നിയമം എന്നത്. അനന്തരാവകാശ നിയമം വന്നപ്പോൾ ഈ നിയമം എന്തായി? ഈ നിയമം വസിയ്യത്ത് എന്ന ഓപ്ഷൻ അവിടെ നിലനിർത്തിക്കൊണ്ട് വാലിദൈനും അഖ്റബീനും ഇത് പാടില്ല. അതായത് അനന്തരാവകാശം, അവിടെ അനന്തരാവകാശ നിയമം പറയുന്നിടത്ത് അനന്തരാവകാശം ഒരു അവകാശിയാണ് എങ്കിൽ മരിക്കാൻ പോകുന്ന ആളുടെ, അല്ലെങ്കിൽ മരിക്കാൻ പോകുന്ന ആളാണല്ലോ വസിയ്യത്ത് എഴുതുന്നത്. മരിക്കാൻ പോകുന്ന ആളുടെ നിയമപരമായ അവകാശിയാണെങ്കിൽ, സമ്പത്തിന് അവകാശിയാണെങ്കിൽ, അയാളുടെ അനന്തര സ്വത്തിന് അവകാശിയാണെങ്കിൽ അയാൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പാടില്ല? വസിയ്യത്ത് എഴുതാൻ പാടില്ല. അയാൾക്ക് മരിക്കുമ്പോൾ അനന്തരാവകാശത്തിന്റെ എങ്ങനെയാണ് വീതിക്കേണ്ടത് അതനുസരിച്ച് കിട്ടും. അനന്തരാവകാശം കിട്ടാത്ത ആൾക്കാരുണ്ടാവും, അവർക്ക് വേണ്ടി എന്ത് ചെയ്യുക? വസിയ്യത്ത് ചെയ്യുക. അപ്പൊ ഇത് അനന്തരാവകാശ നിയമം വരുന്നതിന് മുമ്പുള്ള നിയമമാണ്. അപ്പൊ എന്ത് പറഞ്ഞു? അത് നിങ്ങൾ എന്ത് ചെയ്യണം? നിയമം എഴുതി വെക്കണമെന്ന് പറഞ്ഞു. അല്ല, വസിയ്യത്ത് എഴുതി വെക്കണമെന്ന് പറഞ്ഞു. യൂസീക്കുമുല്ലാഹു ഫീ ഔലാദിക്കും എന്ന് പറഞ്ഞാൽ യൂസീക്കുമുല്ലാഹു ഫീ ഔലാദിക്കും ലിദ്ദക്കരി മിസ്ല ഹദ്ദിൽ ഉൻസയൈനി എന്ന് പറയുന്ന ആയത്ത് ആണ് എന്ത് ചെയ്യുന്നത്? അനന്തരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് അവതരിക്കുന്നത്. 11-ാമത്തെ അന്നിസായിലെ 11-ാമത്തെ അധ്യായം, 11-ാമത്തെ സൂക്തം. ആ സൂക്തം അവതരിക്കുന്നതിന് മുമ്പുള്ള നിയമമാണ് ഇത്. ഇത് വന്നു കഴിഞ്ഞപ്പോൾ പിന്നീട് അനന്തരാവകാശികൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പാടില്ല? വസിയ്യത്ത് എഴുതാൻ പാടില്ല. അപ്പോ എന്ത് ചെയ്യണം? പിന്നീട് അതല്ലാത്തവർക്ക് വേണ്ടി, അനന്തരാവകാശികൾ അല്ലാത്തവരെ എന്തെങ്കിലും പരിഗണിക്കേണ്ടതുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി വസിയ്യത്ത് എഴുതാം.
ഫമൻ ബദ്ദലഹു, ബദ്ദല മാറ്റിമറിച്ചു, പകരമാക്കി, ബദലാക്കി. നമ്മൾ ബദല് പറയുമല്ലോ. അപ്പൊ ബദൽ എന്ന മലയാളത്തിൽ പറയുന്ന വാക്ക് എന്താണ്? അറബിയിൽ നിന്നുള്ളതാണ്. ബദലാക്കി, ബദ്ദലഹു, അതിനെ ആരെങ്കിലും മാറ്റിമറിച്ചിട്ടുണ്ടെങ്കിൽ, ബഅദമാ സമിഅഹു, അതിനെ കേട്ടതിന് ശേഷം. അത് ഇതായിരുന്നാലും ഇതിന് മുമ്പ് പറഞ്ഞതായിരുന്നാലും ഖുറാനിൽ അല്ലെങ്കിൽ അള്ളാഹിന്റെ റസൂലിന്റെ ഏതെങ്കിലും കൽപ്പനകൾ ആരെങ്കിലും മാറ്റിമറിച്ചിട്ടുണ്ടെങ്കിൽ, ബഅദമാ സമിഅഹു, അത് കേട്ടതിന് ശേഷം അല്ലെങ്കിൽ ഗ്രഹിച്ചതിന് ശേഷം മനസ്സിലാക്കിയതിന് ശേഷം, ഇന്നമാ ഇസ്മുഹു അലല്ലദീന യുബദ്ദിലൂന, അതിനെ മാറ്റിമറിക്കുന്നവരുടെ മേൽ എന്തുണ്ടാവും? ശിക്ഷയുണ്ട്. ഇന്നമാ ഇസ്മുഹു, അതിന്റെ കുറ്റം അലല്ലദീന യുബദ്ദിലൂനഹു, അതിനെ മാറ്റിമറിച്ചവർക്കാണ്. ഇനി ഫമൻ ബദ്ദലഹു എന്ന് പറഞ്ഞാൽ ഇവിടെ വസിയ്യത്ത് ചിലപ്പോൾ എഴുതിക്കൊള്ളണമെന്നില്ല. വസിയ്യത്ത് പറഞ്ഞു കൊടുക്കുകയായിരിക്കും. മരണമാസന്നമാകുമ്പോൾ ചിലപ്പം എഴുതുക മറിച്ച് എന്താണ്, അത് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ, വസിയ്യത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനാരെങ്കിലും മാറ്റിമറിച്ചാൽ ഇന്നമായ ഇസ്മുഹു അലല്ലദീന യുബദ്ദിലൂന, അത് മാറ്റിമറിച്ച ആൾക്കാണ് അതിന്റെ കുറ്റം. വസിയ്യത്ത് പറഞ്ഞു കൊടുത്ത ആൾക്കല്ല, വസിയ്യത്ത് ചെയ്ത ആൾക്ക് അല്ല. അല്ലാഹ സമീഉൻ അലീം, അള്ളാഹ് നന്നായി കേൾക്കുന്നവനും നന്നായി അറിയുന്നവനുമാണ്. അപ്പൊ അയാൾ എന്താണ് വസിയ്യത്ത് ചെയ്തതെന്ന് അള്ളാഹ്ക്കറിയാം. അതിനാരും മാറ്റിമറിക്കാൻ പാടില്ല. ഉസ്താദ്, അപ്പൊ ഈ സൂറത്ത് നിസായിൽ പറഞ്ഞതുപോലെ മാത്രമേ നമുക്ക് സ്വത്തുകൾ വീതം വെക്കാൻ പറ്റുള്ളൂ? നമുക്കിപ്പോ അഞ്ച് മക്കളിൽ ഒരാൾ ഇപ്പം സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ അയാൾക്ക് കൂടുതലായിട്ട് അങ്ങനെ കൊടുക്കാൻ പറ്റും? അതെല്ലാം വേറെ വിഷയമാണ്. നിയമപരമായിട്ട് എന്ത് ചെയ്യാം? ഇങ്ങനെയാണ് കൊടുക്കുന്നത്. അയാൾ മരിച്ചുവല്ലോ. അയാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ രീതിയിലാണ് ഇരിക്കുക. ബാക്കിയുള്ളവർ പിന്നെ എന്ത് ചെയ്യാം? മറ്റുള്ളവർക്ക് ഇഷ്ടമാണെങ്കിൽ ആ ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം. അങ്ങനെയല്ല, നമ്മളിപ്പോ മരിക്കുന്നതിന് മുന്നേ നമുക്ക് മക്കൾക്ക് തന്നെ അങ്ങനെ പറയാൻ പറ്റുമോ? ഒരാൾക്ക് കൂടുതൽ കൊടുക്കാന്നുള്ളത് അതൊരു വസിയത്തിന്റെ. ഞാൻ ഒരാൾക്ക് കൊടുത്തെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നബിസ്വല്ലാസും ചോദിച്ചു, എല്ലാവർക്കും കൊടുത്തോന്ന് ചോദിച്ചേ. പിന്നെ ആവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യാം? അത് ആ സന്ദർഭത്തിനനുസരിച്ചുള്ള സംഭവങ്ങളാണ്. ഇത് ചെറിയ സമയത്ത് ഒരാളുടെ ആവശ്യം നിറവേറ്റി കൊടുക്കലാണ്. ഓക്കെ, വേറെ എന്താണ്? തദബ്ബർ വരുന്നുണ്ടോ? അത് ലിങ്ക് പെട്ടെന്ന് ഇട്ടരൂലേ? ലിങ്ക് വേറെ പണിയിലായില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇട്ട്. ചിലപ്പോൾ ഞാൻ ഉറക്കം ഒഴിച്ചിരുന്നിട്ടൊക്കെയാണ് ചെയ്യുന്നത്. ഈ കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഉറങ്ങലാണ് അടുത്ത പണി. അപ്പൊ അങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് പോകും. ഇതൊരു 10-15 മിനിറ്റ് എടുക്കും. ചിലപ്പോൾ 10-15 മിനിറ്റ് എടുക്കും. ട്രാൻസ്ഫർ ആയി കൺവെർട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന ഫോർമാറ്റിൽ കൺവെർട്ട് ചെയ്യും. ആ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ, മൈൻഡ് മാറിപ്പോയി കഴിഞ്ഞാൽ പ്രശ്നം വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം രാവിലെ വേറെ എന്തെങ്കിലും പണി ചെയ്യും. ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞ പ്രാവശ്യം കറക്റ്റ് കിട്ടിയില്ലേ? കിട്ടീന്. ഓക്കെ.
കുർബ എങ്ങനെ വന്നതാണ് ഇവിടെ ഈ പേജിന് താഴെ എഴുതിയിരിക്കുന്നത്. കറുബ യക്കുറുബു എന്ന് പറയുന്നത് അതിന്റെ ക്രിയാധാതുവാണ് കറാബത്ത്. കറാബത്ത് എന്നും പറയാം, കുർബത്ത് എന്ന് പറയാം ക്രിയാധാതു. കറുബ യക്കുറുബു. കറുബ യക്കുറുബു എന്ന് പറയുന്ന പാറ്റേൺ നമ്മൾ പഠിച്ചിട്ടില്ല. ഹസുന യഹ്സുനു എന്ന് പറയുന്നത്, അതായത് പൂർണ്ണക്രിയയിലും അപൂർണക്രിയയിലും നമ്മളുള്ള പാറ്റേൺ നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, പൂർണ്ണക്രിയയിലും അപൂർണക്രിയയിലും മധ്യത്തിൽ നമ്മളുള്ളത് കറുബ യക്കുറുബു. അതിന്റെ ക്രിയാധാതുവാണ് കറാബത്ത്. അത് കറാബത്ത് എന്നും പറയാം, കുർബത്ത് എന്നും പറയാം, കുർബ എന്നും പറയാം. അപ്പൊ അങ്ങനെയാണ് വെവിൽ കുർബ എന്ന വാക്ക് ഉണ്ടായത്. മക്കറബത്ത് എന്നും സുഹൃത്ത് ബലദിൽ ഉപയോഗിച്ചിട്ടുണ്ട്. മക്കറബത്ത് അതേപോലെ യത്തീമിന്റെ ബഹുജനമാണ് ഐത്താമെന്നും യത്താമ എന്നും പറയാം. പല സ്ഥലത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. കറുബ എന്ന് പറഞ്ഞ അടുത്ത ബന്ധം. എന്താ ഉസ്താദ് അർത്ഥം? കറുബ എന്ന് പറഞ്ഞാൽ അടുത്തു, കരീബ് അടുത്തത്, കറുബ അടുത്തു. കറുബ അടിക്കുമ്പോൾ എഴുതുമ്പോഴത്തേക്ക് കറുബ യക്രൂബ എന്ന് എഴുതി വെക്കണം കേട്ടോ. കറുബ എഴുതുമ്പോൾ അതായത് ഒരു ക്രിയ നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ അപൂർണ ക്രിയ കൂടെ ചേർത്തിട്ടാണ് പഠിക്കുന്നത്. കറുബ യക്രൂബ് കറാബത്തും ഇവിടെ എഴുതിയിരിക്കുന്നത് അതേപോലെ എഴുതി വെച്ചാൽ മതി. ഇപ്പോഴല്ല, ഇപ്പം എഴുതിയാലും കുഴപ്പമില്ല. കറുബ യക്രൂബ് കറാബത്തിൻ കുർബത്തിൻ കുർബ മക്കറബത്തിൻ ഇതെല്ലാം അതിന്റെ ക്രിയാധാതുക്കളാണ്. ക്രിയാധാതുക്കൾ. കറുബ യക്രൂബ് എന്ന് പറയുന്നത് അതിനാണ് പൂർണ്ണക്രിയയും അപൂർണക്രിയയും. പിന്നെ അതിന്റെ ക്രിയാധാതുവാണ് കറാബത്തിൻ വ കുർബത്തിൻ വ കുർബ വ മക്കറബത്തിൻ, ഇതെല്ലാം അതിന്റെ ക്രിയാധാതുക്കൾ. അത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇങ്ങനെ ബ്ലഡ് മണി എന്ന് പറയുന്നത് ദിയത്തിൻ എന്നാണ് അതിന്റെ ശരിക്കും അറബി വാക്ക്. അപ്പൊ ദിയത്തിൻ മുസല്ലമത്തിൻ എന്ന് പറയുന്നത് ദിയത്തിൻ. അപ്പോ ദിയ കൊടുക്കണം എന്നതാണ് അതിന്റെ സാങ്കേതിക പദം. അപ്പോ അതിനെയാണ് മലയാളത്തിൽ പറഞ്ഞപ്പോൾ ദിയാധനം എന്ന് പറയും. ചില ആൾക്കാർ ദിയാധനം എന്ന് പറഞ്ഞ പ്രത്യേക ദയാധനം എന്ന് വിചാരിച്ചു. ദയാധനം എന്നല്ല, ദിയാധനം. ദിയ എന്ന അറബി വാക്ക്, ആ ദിയത്തിന് വേണ്ടിയുള്ള ധനം കൊടുക്കലാണ് ദിയാധനം. അതിന് ദയാധനം എന്ന് പറയാൻ പറ്റും. ചില റിപ്പോർട്ടർമാർ പറയുമ്പോഴത്തേക്ക് തെറ്റിപ്പോവാറ്. അവര് ഈ തെറ്റിപ്പോകുന്നതോ അല്ലെങ്കിൽ നാവ് കഴിച്ചു പോകുന്നതോ അല്ല, അറിയാത്തതുകൊണ്ടാണെന്ന് അറിയില്ല. ചിലര് കൃത്യമായിട്ട് പറയാറുണ്ട് ദിയാധനം. അപ്പൊ ദിയത്തിൻ മുസല്ലമത്തിനൊന്ന് സുഹൃത്ത് നിസാരം വന്നിട്ടുണ്ട്. വേറെ ദിയാധനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ പറഞ്ഞല്ലോ, ആരെങ്കിലും ഒരാളെ വധിച്ചാൽ ആ വധിക്കുന്നയാള് മരണപ്പെട്ട ആൾക്ക് പകരം അയാളെ വധിക്കുന്നതിന് പകരം അയാളെ മോചിപ്പിക്കുന്നതിനായി അയാളാണ് പിന്നെ വാദിയുടെ മരിച്ചയാളുടെ അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ആളുടെ അവകാശികൾ അനുവാദം ചെയ്യാണ് അവര് ട്വീറ്റ് ചെയ്ത് കൊടുക്കുക. ട്വീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അയാൾ അതിന് പകരം പണം കൊടുക്കണം. ആ കൊടുക്കുന്ന പണത്തിനാണ് ദിയത്തുൻ എന്ന് അറബിയിൽ പറയുന്നത്. മോചനദ്രവ്യം. മോചനദ്രവ്യം. ദ്രവ്യം എന്ന് പറയുമ്പോൾ പണ്ട് പണമായിരുന്നില്ല, പണം മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്. വേറെ പല സംഗതികളും പലപദാർത്ഥങ്ങളെല്ലാം വരും. അപ്പൊ ദ്രവ്യമാണ്, ലാവകമായി. മോചനദ്രവ്യം പണമായിട്ടോ അല്ലാതെയുള്ള മോചനദ്രവ്യം കൊടുക്കുന്നു. അതിന് അറബി പറയുന്ന പേര് ദിയത്തിൻ്റെ. അതിനാണ് ദിയാധനം എന്ന് പിന്നീട് ആ അറബി വാക്കുകളോട് കൂടി ചേർത്ത്. കാരണം അത് കോടതി വ്യവഹാരത്തിൽപ്പെട്ട വാക്കായതുകൊണ്ട് ദിയാധനം എന്നാണ് പറയുന്നത്. ദിയ. പിന്നെ ബ്ലഡ് മണി എന്ന് ഇംഗ്ലീഷിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. കാരണം കൊല്ലപ്പെട്ടതിന് പകരമായിരുന്നു ബ്ലഡ് മണി. മോചനദ്രവ്യം എന്നാണ് ശരിക്കും അതിന്റെ മലയാളത്തിലുള്ള വാക്ക്. അപ്പൊ ദിയാധനം എന്ന് പറയാം, ദയാധനം എന്ന് പറയല് തെറ്റാണ് എന്നാ പറഞ്ഞത്. ഇനി ഇതിന് മനസ്സിലാകാത്ത എന്തെങ്കിലും ഉണ്ടോ? ശരിക്ക് കേൾക്കാൻ പറ്റില്ല, കുറെ മനസ്സിലാകത്തുണ്ടാവും കുറെ. കേൾക്കാൻ പറ്റുമെങ്കിൽ എന്തായിരുന്നു? വേറെ പണി ഏറ്റെടുത്തോ?
ആ അതെ. ഈ കുട്ടികളുണ്ടാകട്ടെ കുറച്ച് ഓൽക്കൊരു ഭക്ഷണം കൊടുക്കലും അങ്ങനെ ആ കൂട്ടത്തില്. അതിന് ഉത്തരവാദിത്തപ്പെട്ടവരില്ലേ? എന്തേ അതിന് ഉത്തരവാദിത്തപ്പെട്ടവരില്ലെന്ന്. ഉത്തരവാദിത്തപ്പെട്ടവര് ഇപ്പൊ ഇവിടെ ഇല്ല ഇനി. അപ്പൊ ചെറിയ കുട്ടികളെ ഇപ്പൊ കൊണ്ടുവന്നതേനി. ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഉത്തരവാദിത്തം കൊടുക്കണം. ആ അൽബാബിന്റെ അൽബാബിന്റെ ഒറ്റ സിംഗുലർ അൽബാബിന്റെ അർത്ഥം ലുബ്, ലുക്ക്. ലുബ് കാമ്പ്, കാമ്പ് കഴമ്പ്, ലുബ് മജ്ജ, ഓക്കെ. എസൻസ് എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പൊ അതാണ് കാമ്പുള്ളവരെന്നാണ് ശരിക്കും അതിന്റെ അർത്ഥം. അപ്പം കാമ്പുകളുള്ളവർ. ഉലു എന്ന് പറഞ്ഞാൽ ഹാവിങ്, ഉള്ളത്. ഉലുൽ അൽബാബ്, ലുബാണ് ഏകവചനം. ഉലുൽ ലുബ് എന്ന് പറയാറില്ല, ഉലുൽ അൽബാബ് എന്ന് പറയാറില്ല. പിന്നെ പിന്നെ കിസാസ് എന്ന വാക്ക് എങ്ങനെ വന്നിരിക്കുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട്. കാസ എന്നതാണ് അതിന്റെ ക്രിയ. കാസ യുക്കാസു എല്ലാം എഴുതി വെച്ച് പഠിക്കണ്ടായിട്ടോ. ചില സംഗതികൾ നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് അതിന്റെ ആദ്യക്ക് അതിന്റെ കൂടുതൽ വാക്കുകൾ പഠിക്കും. കാസ യുക്കാസു എന്നാണ്. കാസ യുക്കാസു എന്നാണ് അതിന്റെ ക്രിയ. അതിന്റെ കൽപ്പന വരുമ്പോൾ കാസിസ് എന്നില്ല. മൂഫൂന അൽ മൂഫൂന അപ്പൊ അതൊക്കെ പറഞ്ഞപ്പോഴേ ഇല്ല അല്ലേ നിങ്ങള്? ഉണ്ട്, പക്ഷെ ശരിക്ക് കേൾക്കാൻ ഔഫ പറ്റില്ല. യൂഫിയുടെ കർത്താവാണ് മൂഫിൻ. ഔഫ യൂഫിയുടെ കർത്താവാണ്, കർത്തൃനാമമാണ് മൂഫിൻ. മൂഫിൻ എന്ന് എഴുതുമ്പോൾ ഫാന് ഗസൽട്ട് രണ്ട് ഗസൽട്ട് തന്നെ ഉണ്ടാകും പറയുക, മൂഫിൻ. പിന്നീട് അതിന്റെ അതിന്റെ ബഹുവചനമാണ് മൂഫൂന്. ഓക്കെ, കാസ യുക്കാസ് പറഞ്ഞിട്ട് അതിന്റെ കൽപ്പന കാസിസ് എന്നാണ് അതിന്റെ കൽപ്പന. അതേപോലെ കാസ എന്നും പറയാം കൽപ്പന. അതിന്റെ ക്രിയാധാതുവാണെന്ത്? മുക്കാസത്തുൻ വ കിസാസുൻ. യുജാഹിദ് ഗ്രൂപ്പിൽപ്പെട്ടതാണ്. യുജാഹിദ് ഗ്രൂപ്പിൽപ്പെട്ടതാണ്. കാസ വന്നപ്പോൾ അവസാനം ശബ്ദമുള്ളതായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അറിയാത്തതാണ്. അതുകൊണ്ടാണ് ലമ്മ വന്നത് അപൂർണഗിരി. യുജാഹിദ്. അത് മുജാഹദത്തുൻ ജിഹാദുൻ എന്നാണ് അതിന്റെ ക്രിയാധാതു വരുന്നത്. ജാഹദ്. അപ്പം മുക്കാസത്തുൻ എന്നാണ് അതിന്റെ ക്രിയാധാതു. കിസാസുൻ. അങ്ങനെയാണ് കിസാസുൻ. അപ്പൊ കിസാസ് എന്ന് പറഞ്ഞ സംഗതി ജിഹാദിൻ പോലെയാണെങ്കിൽ അതിന്റെ ഒറിജിനൽ റൂട്ടിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അത്രയുടെ കാര്യം നമ്മൾ നേരത്തെ. അതേപോലെ ഹുറിന്റെ വിപരീതമാണെന്ത്? അബദ്. അബദ് അടിമ, ഹുറ് സ്വതന്ത്രം. അതേപോലെ നമ്മൾ പഠിച്ച വാക്കുകളൊക്കെ പകരം നമ്മൾ എഴുതി നോക്കണം. ഉൻസയുടെ ഓപ്പോസിറ്റ് എന്താ? ഏതാണ്? ഉൻസ. ദക്കർ. ജക്കർ. ആ രീതിയിൽ വായിക്കുക, പഠിക്കുക, ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ചിന്തിക്കുക എന്നതാണ് പ്രധാനം. ചിന്തിച്ചുകൊണ്ട് മാത്രം വായിക്കുക. ഇനി നമ്മുടെ സമയത്തോളം എടുത്തു വെച്ച് ഓതി പേജെണ്ണം തീർക്കുന്ന സംഭവമേ ഇല്ല. അത് നമ്മളെ സംബന്ധിച്ചോളം എന്തല്ല, അനുവദനീയമേ അല്ല. കാരണം അർത്ഥം പഠിക്കാത്തവർക്കും അതിലേക്ക് ചിന്തിക്കാൻ പഠിക്കാത്തവർക്കുമാണ് അതുള്ളത്. അത് അവർ ചെയ്തോട്ടെ. അവരെ നമ്മൾ ചെയ്യണ്ട. പഠിക്കാൻ പ്രേരിപ്പിക്കാം. അവർ പഠിക്കാനുള്ള ചാൻസ് കിട്ടിയില്ല, അവർ പഠിച്ചിട്ടില്ല എങ്കിൽ അവരത് ചെയ്തോട്ടെ. നമ്മൾ ചെയ്യേണ്ടത് ഓരോന്നും ചിന്തിച്ച് വായിക്കുക. ബാക്കിയെല്ലാം വിട്ടുകളഞ്ഞാലും ഒരു കുഴപ്പമില്ല. നമ്മൾ വായിക്കുന്നതിൽ എന്ത് ചെയ്യാം? അൽബക്കറ മാത്രം പഠിച്ചാലും അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അൽബക്കറ ഒരു വീട്ടിൽ പാരായണം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ പിശാച് വരില്ലെന്ന് പറഞ്ഞാൽ ഇവ കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ച് കേൾപ്പിച്ചു കൊടുക്കുന്നത്.
ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും, അതൊക്കെ പറഞ്ഞു നോക്കിയാൽ. അപ്പൊ അതിന് സമ്മറി എഴുതിയിട്ട് വേണം കേട്ടോ. ആക്ടിവിറ്റിയിൽ സമ്മറി തന്നെ എല്ലാ എണ്ണവും എഴുതരുത്. ഞാൻ എണ്ണി പറഞ്ഞിട്ടുണ്ട് 1, 2, 3, 4 എന്നിങ്ങനെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ആ പോയിന്റുകൾ മാത്രം എഴുതിയിട്ടാണ്. എല്ലാ വിശ്വാസത്തെയും കൂടെ ചേർത്തിട്ട് അദൃശ്യ കാര്യങ്ങളിലുള്ള വിശ്വാസം എന്നാണ് എഴുതി. മലയാളത്തിൽ എഴുതിയാൽ മതി. മലയാളത്തിൽ എഴുതേണ്ടത്. പിന്നെ മലയാളത്തിൽ എഴുതേണ്ടത് കാരണം എന്താണ്, നിങ്ങൾ മനസ്സിലാക്കിയോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാണ്. എന്നാലേ തദപ്പറാക്കാൻ പറ്റും. അതേപോലെ അക്കാമ സ്വലാത്ത വാങ്ങാത്ത ജക്കാത്ത എന്ന് പറഞ്ഞപ്പോൾ അതെല്ലാം കൂടി ചേർത്തിട്ട് നിർബന്ധ ആരാധന കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. ആത്തന്മാരായ ഹുബിഹി ജബുൽ കുർബാവലെത്താമസാക്കി എന്ന് പറഞ്ഞിട്ട് ഐച്ഛിക ദാനധർമ്മങ്ങൾ നിർവഹിക്കുക, അല്ലെങ്കിൽ സ്വമേധയാ പണം ചെലവഴിക്കുക. അങ്ങനെയാണ് എന്നെ പറഞ്ഞത്. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, ആ രീതിയിൽ സംഗ്രഹമായിട്ട് എഴുതണം. അല്ല നിറച്ച് നിങ്ങൾ ഒരു പേജ് കുറേ എഴുതിയോ എന്നുള്ളതല്ല വിഷയം, നിങ്ങൾ ചുരുക്കി മനസ്സിലായോ എന്നുള്ളതാണ് അറിയുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇലാ ലിഖാഇ ബിഇذنില്ലാഹ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം.